الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ബുലൂഗുൽ മറാമിലെ കിതാബുൽ ജാമി ആണ് നമ്മൾ വായിക്കാൻ ആരംഭിച്ചത്. അതിലൊന്നാമത്തെ ഹദീസാണ് കഴിഞ്ഞ ദർസിൽ നമ്മൾ മനസ്സിലാക്കിയത്. രണ്ടാമത്തെ ഹദീസ് وعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم انظروا إلى من هو أسفل منكم ولا تنظروا إلى من هو فوقكم فهو أجدر ألا تزدروا نعمة الله عليكم. متفق عليه. ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിച്ച അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ് നമ്മൾ കേട്ടത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവനൊരു സൗഭാഗ്യ ജീവിതം നയിക്കാൻ ഏറെ ഉപകരിക്കുന്ന ഒരു ഹദീസാണിത്. ഈ ഒരു കാര്യം അവന്റെ ജീവിതത്തിൽ ശ്രദ്ധിച്ചാൽ വളരെ സന്തോഷത്തോടുകൂടി ടെൻഷനുകളില്ലാതെ അവന് ജീവിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഉൻളുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും. നിങ്ങൾ നിങ്ങളെക്കാൾ താഴെ തട്ടിലുള്ള ആളുകളിലേക്ക് നോക്കുക. വലാ തൻളുറു ഇലാ മൻ ഹുവ ഫൗഖകുൻ. നിങ്ങളെക്കാൾ മുകളിലുള്ള ആളുകളിലേക്ക് നിങ്ങൾ നോക്കാതിരിക്കുക. ഫഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും. അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ നിസ്സാരമാക്കി കാണാതിരിക്കാൻ അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. നോക്കൂ സഹോദരങ്ങളെ, ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് പലപ്പോഴും മനുഷ്യർക്കുണ്ടാകുന്ന ടെൻഷനുകൾ, അതിലൊരു കാരണം അവർക്കുണ്ടാകുന്ന ഭൗതിക വസ്തുക്കളുടെ കുറവായിരിക്കും. ഇന്നതെനിക്കില്ല, എന്റെ വീട് വേണ്ടതുപോലെ ആയില്ല, എനിക്ക് വേണ്ടതുപോലെയുള്ള ആരോഗ്യമില്ല, എനിക്ക് വേണ്ടതുപോലെയുള്ള സൗന്ദര്യമില്ല, എനിക്ക് വേണ്ടതുപോലെയുള്ള ഉദ്യോഗം ലഭിച്ചിട്ടില്ല. ഈ രൂപത്തിൽ ഭൗതികമായി അവന്റെ നേട്ടങ്ങളെ പരിശോധിച്ചിട്ട് അതിലുള്ള കുറവ് കണ്ടിട്ട് പ്രയാസം അനുഭവിക്കുകയും ജീവിതം ദുസ്സഹമാകുന്ന, വളരെ പ്രയാസത്തോടുകൂടി നയിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ പലരിലും ഉണ്ടാകാറുണ്ട്. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അവരെപ്പോഴും തന്നേക്കാൾ മുകളിലുള്ള ആളുകളിലേക്കാണ് നോക്കുക. എന്റെ കയ്യിൽ ഇത്ര ബാങ്ക് ബാലൻസ് ഉണ്ട് എങ്കിൽ അതിനേക്കാളും ഉയർന്ന ഒരുപാട് കോടിപതികളുടെ ആസ്തികൾ നോക്കിക്കൊണ്ട് അവൻ തന്റെ കാര്യം വളരെ ചെറുതായിട്ട് കാണും. ഞാനിതൊക്കെ വെച്ച് എന്ത് ചെയ്യാനാണ്, എന്താണ് എന്റെയൊക്കെ അവസ്ഥ, എത്ര കാലമായി അധ്വാനിക്കുന്നു, ആകെതേ ഉള്ളൂ എന്നാണ് അവൻ ചിന്തിക്കുന്നത്. ഇനി ആരോഗ്യത്തിന്റെ വിഷയത്തിലാകട്ടെ, വലിയ ശക്തിയും കഴിവും നല്ല ബോഡി ഫിറ്റൊക്കെ ആയിട്ടുള്ള ഒരുപാട് ആളുകളൊക്കെ എന്തായാലും അവനേക്കാൾ മുകളിൽ ഉണ്ടാകും. അവൻ അവരിലേക്കാണ് നോക്കുക. എന്നിട്ട് എന്താണ് എന്റെ അവസ്ഥ, എനിക്ക് വലിയ ആരോഗ്യമില്ല, ശാരീരിക ശേഷി കുറവാണ്. അങ്ങനെ പല കാര്യങ്ങളും, ഇത് ഒന്ന് രണ്ട് എന്നില്ല, പല വിഷയങ്ങളിലും സഹോദരങ്ങളെ ആളുകൾ ഈ രൂപത്തിൽ സമ്പത്താകട്ടെ, സൗന്ദര്യമാകട്ടെ, ബുദ്ധിശക്തിയാകട്ടെ, ഗ്രാഹ്യശക്തിയാകട്ടെ, ഇതിലെല്ലാം തന്നേക്കാൾ മുകളിലുള്ള ആളുകളിലേക്ക് നോക്കുകയും തനിക്ക് നൽകിയ കാര്യത്തെ ചെറുതായി കാണുകയും ചെയ്യുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ട്. അപ്പൊ ഇതിനൊരു പരിഹാരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസ്. അതിനായിട്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ പടച്ചിട്ടുള്ളത് എല്ലാം ഒരേ പദവിയിലല്ല. അങ്ങനെ നമ്മൾ ഒരിക്കലും ധരിക്കാൻ പാടില്ല. മനുഷ്യരെ അല്ലാഹു തആല ഒരേ പദവിയിലല്ല പടച്ചിട്ടുള്ളത്. ഇരട്ട കുട്ടികളാണെങ്കിൽ പോലും അവരിൽ ചില വ്യത്യാസങ്ങളുണ്ട്. ഒരാൾക്ക് മറ്റൊരേക്കാൾ ചില കാര്യങ്ങളിലെങ്കിലും മികവ് ഉണ്ടായിരിക്കുന്നതാണ്. അല്ലാഹു തആല പറഞ്ഞല്ലോ, ഉൻദുർ കൈഫ ഫദ്ദൽനാ ബഅദഹും അലാ ബഅദ്. നിങ്ങൾ നോക്കുക, അള്ളാഹു എങ്ങനെയാണ് നിങ്ങളിൽ ചിലരെക്കാൾ മുന്തിയവരാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റിയിട്ടുള്ളത്, ശ്രേഷ്ഠതയുള്ളവരായി അള്ളാഹു തആല മാറ്റിയിട്ടുള്ളത് എന്ന് ചിന്തിക്കാൻ, എന്ന് നോക്കിക്കാണാൻ അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്.
അപ്പൊ സാമ്പത്തിക വിഷയത്തിലാകട്ടെ, ശാരീരിക ക്ഷമതയുടെ വിഷയത്തിലാകട്ടെ, ബുദ്ധിശക്തിയുടെ വിഷയത്തിലാകട്ടെ, സൗന്ദര്യത്തിന്റെ വിഷയത്തിലാകട്ടെ, ആണും പെണ്ണും ഒക്കെ വ്യത്യസ്ത പദവിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പടച്ചിട്ടുള്ളത് എന്നാണ്. അതുകൊണ്ട് തന്നെ അവരിൽ ചിലർ ഭൗതിക നേട്ടങ്ങളിൽ ഉന്നതരും ചിലർ അതിൽ താഴെയുള്ളവരുമാണ്. ഇത് നമ്മൾ അംഗീകരിക്കേണ്ട കാര്യമാണ്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചിട്ടുണ്ട്, അല്ലാഹു തആല അറിയിച്ചതുപോലെ. ഇനി ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ പോലും സഹോദരങ്ങളെ, നല്ലൊരു ജീവിതം ഈ ലോകത്ത് നടക്കണമെങ്കിൽ ഈ ഒരു രൂപത്തിൽ ഉണ്ടായേ തീരൂ. എല്ലാവരും ഒരേ പദവിയിലാണ് എങ്കിൽ എങ്ങനെയാണ് ഇവിടെയുള്ള കാര്യങ്ങൾ നടക്കുക? എല്ലാവരും വലിയ സമ്പത്തുള്ളവരാണെങ്കിൽ എങ്ങനെയാണ് പല ജോലികളും ചെയ്യാൻ ആളുകൾ ഇവിടെ ഉണ്ടാകുക? ആരും ചെയ്യുകയില്ല. അപ്പോൾ അല്ലാഹു തആലയുടെ പടപ്പിന്റെ സൃഷ്ടിപ്പിന്റെ പിന്നിലെല്ലാം വ്യക്തമായ ഹിക്മത്തുണ്ട്. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അംഗവൈകല്യത്തോടു കൂടി ജനിക്കുന്ന കുട്ടികളിലും അള്ളാഹുവിന്റെ ഹിക്മത്തുണ്ട്. അല്ലെ, ഇത് മനസ്സിലാക്കാത്ത ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആക്ഷേപിക്കുന്ന നിരീശ്വരവാദികളൊക്കെ കാണാൻ സാധിക്കും. എന്തിനാണ് റബ്ബ് ഇങ്ങനെയൊക്കെ ഓരോന്നിനെ പടക്കുന്നത്? നഊദു ബില്ലാഹ്. ഈ രൂപത്തിൽ സംസാരിക്കുന്നുണ്ടാവും. ചിലർ തങ്ങളുടെ കാര്യത്തിൽ തന്നെ അങ്ങനെ ചിന്തിക്കും, എന്തിനാണ് എന്നെ റബ്ബ് ഇങ്ങനെ ആക്കിയത്? എനിക്ക് സൗന്ദര്യവുമില്ല, എനിക്ക് സമ്പത്തുമില്ല, ഒന്നുമില്ല, ദുർബലൻ. ആ രൂപത്തിലൊക്കെ മനുഷ്യർ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ഈ ഹദീസിൽ പറഞ്ഞതുപോലെ തന്നെക്കാൾ താഴെയുള്ള ആളുകളിലേക്ക് നോക്കിയാൽ എത്ര വലിയ സമാധാനമാണ് ഉണ്ടാവുക. അല്ലെ, ചില പണ്ഡിതന്മാർ ഉദാഹരണം പറയാറുണ്ട്. കിടപ്പറയിൽ നിന്നും തന്റെ കട്ടിലിൽ നിന്നും എണീറ്റിരിക്കാൻ പറ്റാത്ത ഒരു വ്യക്തി, അവൻ നോക്കുക, അവന്റെ അടുക്കൽ വന്ന് അവനെ നോക്കുന്ന, എഴുന്നേറ്റ് നിൽക്കുന്ന, നടക്കാൻ സാധിക്കുന്ന ആളുകളുടെ കാര്യത്തിൽ അവൻ നോക്കും. ഇനി നടക്കുന്ന വ്യക്തികൾ, അവർ നോക്കുക, ചിലപ്പോൾ അവന്റെ കയ്യിൽ നടക്കാൻ മാത്രമേ വിധിക്കപ്പെട്ടവനാണ്, വാഹനമൊന്നുമില്ല. ഒരു മോട്ടോർ സൈക്കിൾ, ഒരു ബൈസൈക്കിളെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവന്റെ മുകളിലേക്ക് നോക്കുന്നുണ്ടാകും പ്രയാസത്തോടുകൂടി. ഒരു സൈക്കിൾ കിട്ടിയ വ്യക്തി നല്ല മോട്ടോർ സൈക്കിൾ, അധികം പ്രയാസമൊന്നും അനുഭവിക്കാതെ പോകുന്നതാണ്. അതാലോചിച്ചുകൊണ്ട് ഇത് കിട്ടിയിരുന്നെങ്കിൽ എന്നവൻ ആഗ്രഹിക്കും. ഞാൻ ഈ കുന്നും മലയൊക്കെ ഇങ്ങനെ ചവിട്ടിക്കയറ്റൽ എത്ര പ്രയാസമാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. ഇനി മോട്ടോർ സൈക്കിളിൽ വെയിലും മഴയൊക്കെ കൊണ്ട് പ്രയാസപ്പെടുന്ന 2-3 കുട്ടികളൊക്കെ മുന്നിലും പുറകിലൊക്കെ ഇരുത്തി ബുദ്ധിമുട്ടുന്ന ആളുകൾ ഒരു ചെറിയൊരു കാറെങ്കിലും, 4 ചക്രം മതി, വലിയതൊന്നും എനിക്ക് വേണ്ട, ഒരു ചെറിയൊരു കാറ്, ഒരു വെയിൽ തട്ടാതെ, ഒരു മഴ തട്ടാതെ, ബുദ്ധിമുട്ടില്ലാതെ പോകാൻ പറ്റിയൊരു കാറുണ്ടായിരുന്നെങ്കിൽ എന്ന് ആലോചിച്ച് പ്രയാസപ്പെടുന്നവരായിരിക്കും. ഇനി കാറ് കിട്ടിയാൽ അവനറിയാം, അവൻ പറയും, എന്റെ ഇങ്ങനെ ഒരു വണ്ടിയായിപ്പോയി, എന്നും പ്രശ്നങ്ങളൊക്കെ ഉള്ള കുറച്ചൊരു മുന്തിയ വണ്ടി കിട്ടിയിരുന്നെങ്കിൽ എത്ര മനോഹരമായി യാത്ര ചെയ്യാമായിരുന്നു, ദൂരയാത്രകളൊക്കെ വളരെ എളുപ്പത്തിൽ എനിക്ക് യാത്ര ചെയ്യാമായിരുന്നു. ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാകും. അങ്ങനെ ഓരോരുത്തർക്കും അവർക്ക് കിട്ടിയ കാര്യത്തിനെ തൊട്ട് അത് നിസ്സാരമായി തോന്നുകയാണ്. എന്നാൽ നേരെ തിരിച്ചാണ് ചിന്തിച്ചിട്ടുള്ളത് എങ്കിൽ സഹോദരങ്ങളെ ആലോചിച്ചു നോക്കുക. നല്ല കാറ് കിട്ടിയ വ്യക്തി അതിനേക്കാൾ നിലവാരം കുറഞ്ഞ കാറിൽ പ്രയാസപ്പെട്ടു പോകുന്ന ആളുകളെ ഒന്ന് നോക്കുമ്പോൾ, അൽഹംദുലില്ലാഹ്, അള്ളാഹു എനിക്കിത് നൽകിയിട്ടുണ്ട്, ഞാൻ അള്ളാഹുവിന് നന്ദി കെട്ടവനാകാൻ പാടില്ല, കുറെ ആളുകളെക്കാളും അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകിയിട്ടുണ്ട്. അങ്ങനെ ഒരു തരംതാണ കാർ ഓടിച്ചു പോകുന്ന വ്യക്തി വെയിലും മഴയും കൊണ്ട് വാഹനം ഓടിക്കുന്ന, പ്രയാസപ്പെടുന്ന ബൈക്ക് യാത്രക്കാരെയൊക്കെ നോക്കുമ്പോൾ അവന് എന്ത് വണ്ടിയായാലും എന്താ, എനിക്ക് സമാധാനത്തോടുകൂടി പോകാൻ പറ്റുന്നുണ്ടല്ലോ, ഒരു മഴ വരുമ്പോഴൊന്നും എന്റെ യാത്ര തടസ്സമാകുന്നില്ല എന്നാലോചിക്കുമ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം ഹൃദയത്തിന് വലിയ സമാധാനം കിട്ടുന്ന കാര്യമാണ്. ഇനി ബൈക്ക് യാത്രികൻ നടന്ന് പ്രയാസപ്പെടുന്ന ആളുകളെ കാണുമ്പോൾ ഇവന് പെട്ടെന്ന് പോയി വരാനൊക്കെ പറ്റുന്നു, എത്ര വലിയ സന്തോഷമാണ്, സമാധാനമാണ് അവൻ. ഇനി നടക്കുന്നവൻ, നടക്കാൻ വയ്യാതെ കിടക്കുന്ന ആളുകളെ നോക്കുമ്പോൾ അവൻ പറയും, എനിക്ക് വിചാരിക്കുന്നിടത്ത് പോകാൻ പറ്റുന്നുണ്ടല്ലോ, അൽഹംദുലില്ലാഹ് എന്ന് ചിന്തിക്കുമ്പോൾ ആ നടത്തവും എളുപ്പമായി തീരുകയാണ്. നോക്കൂ, കാര്യങ്ങൾ തിരിച്ചു ചിന്തിച്ചപ്പോൾ എല്ലാം എളുപ്പമാണ്. ഭൂമിയിൽ ഒരു മനുഷ്യരും ഉണ്ടാവുകയില്ല അവനേക്കാൾ പ്രയാസം സഹിക്കുന്ന ആളുകൾ അവന് അറിയുന്നതായിട്ടല്ലാതെ. നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കുക. നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റും, ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും, ഞാനാണ് കൂട്ടത്തിൽ ഏറ്റവും പ്രയാസം, ഞാൻ അറിയുന്ന ആളുകളുടെ കൂട്ടത്തിൽ എന്നേക്കാൾ പ്രയാസമുള്ള ആരുമില്ല എന്ന് നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല, അങ്ങനെ പറയാൻ സാധിക്കുകയില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ അങ്ങനെയുള്ള ആളുകൾ തീർച്ചയായിട്ടും ഉണ്ടാകും. നമ്മൾ ഓരോരുത്തരും പ്രയാസം അനുഭവിക്കുന്ന വ്യത്യസ്ത രൂപത്തിലുള്ള പ്രയാസങ്ങളൊക്കെ ഉള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും. നമ്മൾ ഓരോരുത്തരും നമ്മുടെ താഴേക്ക് നോക്കുമ്പോൾ
ചിലപ്പോൾ നമ്മുടെ മുകളിനേക്കാൾ കൂടുതൽ നമ്മളെ താഴേക്ക് ആളുകൾ ഉണ്ടാകും. തീർച്ചയായും നമ്മളെ മുകളിലുള്ള ആളുകൾ നമ്മളെ താഴെയുള്ള ആളുകളെക്കാൾ കുറവായിരിക്കും. നമ്മളെക്കാൾ അനുഗ്രഹം ലഭിച്ചവർ ചിലപ്പോൾ കുറവായിരിക്കും, താഴെയായിരിക്കും ഒരുപാട് ആളുകൾ ഉണ്ടാവുക. സഹോദരങ്ങളെ, ഇതേത് വിഷയത്തിലും ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ ഇത് വിശദീകരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഇത് ദീനിലും വ്യത്യാസമൊന്നുമില്ല. ദീനിന്റെ കാര്യത്തിൽ നമുക്ക് ഈ രൂപത്തിൽ നോക്കാം. എങ്ങനെ? ഒരാള് ദീൻ പഠിക്കുന്ന വിഷയത്തിൽ, ഖുർആൻ മനഃപ്പാടമാക്കുന്ന വിഷയത്തിൽ, ഇപ്പൊ വിദ്യാർത്ഥികൾക്കൊക്കെ ആണെങ്കിൽ എല്ലാവരും ഒരേ ദർജയിലായിരിക്കുകയില്ല. ചില ആളുകൾക്ക് ചിലപ്പോൾ ഒരു തവണ വായിച്ചു നോക്കിയാൽ അത് മനഃപ്പാടമാവുന്ന ആൾക്കാരുണ്ടാവും. ചില ആളുകൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ വായിച്ച് മനഃപ്പാടമാക്കിയാൽ പിറ്റേന്ന് രാവിലെ വീണ്ടും പ്രയാസമുള്ള ആളുകൾ ഉണ്ടാകും. അവർ നോക്കുകയാണെങ്കിൽ അതിനേക്കാൾ പ്രയാസമുള്ള ആളുകൾ അവരെ താഴെ ഉണ്ടാകും. ആ നിലക്ക് നോക്കുമ്പോൾ അള്ളാഹു എനിക്ക് തന്ന ഈ കഴിവ് അൽഹംദുലില്ലാഹ് ഖൈറാണ്. ഇനി സ്വഭാവത്തിന്റെ വിഷയത്തിലാണ് നമുക്ക് പലപ്പോഴും പലർക്കും എന്റെ സ്വഭാവം മോശമാണ് എന്ന ചിന്തയുള്ള ആളുകളുണ്ടാകും. പക്ഷെ അതിനേക്കാൾ മോശം സ്വഭാവമുള്ള ആളുകളുണ്ട്. പക്ഷെ ഈ ദീനിന്റെ വിഷയങ്ങളിൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇങ്ങനെയുള്ള കാര്യം ഒരിക്കലും നന്മകളിൽ മുന്നേറുന്നതിന് നമുക്ക് തടസ്സമാകാൻ പാടില്ല. നന്മകളിൽ മുന്നേറുന്നതിന് തടസ്സമാകാൻ പാടില്ല. നമ്മേക്കാൾ കൂടുതൽ ഇബാദത്തുള്ള ആളുകളെ കാണുമ്പോൾ അള്ളാഹു എന്നെ കൈവിട്ടു എന്ന് തോന്നാതിരിക്കാനാണ് നമ്മൾ നമ്മളെക്കാൾ താഴെയുള്ള ആളുകളെ നോക്കുന്നത്. അതൊരിക്കലും നമ്മൾ കൂടുതൽ നന്മകളിലേക്ക് മുന്നേറാൻ നമുക്ക് തടസ്സമായിക്കൂടാ എന്നത് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സഹോദരങ്ങളെ, ഈ ഹദീസ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിന് വലിയ സൗഭാഗ്യ ജീവിതം ഉണ്ടാകാൻ കാരണമാകുന്ന കാര്യമാണ്. നമ്മൾ ശരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഉൻദുറു, കണ്ണുകൊണ്ട് നോക്കുക എന്നുള്ളതല്ല, നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക, നിങ്ങൾ ബസീറത്തോട് ഉൾക്കാഴ്ചയോടുകൂടി നോക്കുക. നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. നിങ്ങളെക്കാൾ പ്രയാസപ്പെടുന്ന ആളുകളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഹദീസിലുള്ള ഫായിദ ഒന്നാമത്തേത് നമ്മി പറഞ്ഞ കാര്യമാണ്, ഹുസ്നു ഇർഷാദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹാദൽ കലാം അല്ലദി യുഅ്തബറു ഖായിദത്തുൻ ഹഖീഖത്തുൻ ഫിൻ നദ്രി ഇലാ നിഅമില്ലാഹ്. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ നോക്കി കാണുമ്പോൾ നമ്മൾ മനസ്സിരുത്തേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു അടിസ്ഥാനത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വഴി കാണിച്ചു തന്നിരിക്കുകയാണ്. ഇപ്പൊ ഏത് വിഷയത്തിലും ആളുകളൊക്കെ പലപ്പോഴും സോഷ്യൽ മീഡിയയൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ ഈ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ കുറച്ച് കിട്ടിയാൽ അതിങ്ങനെ വലുതാക്കി കാണിക്കും. അപ്പൊ ബാക്കിയുള്ള ആളുകളൊക്കെ ഇവരൊക്കെ ലോകം മൊത്തം ഇങ്ങനെ ചുറ്റി കാണുകയാണ്, നമ്മൾ എന്നാണ് ഈ ഒരു ഇട്ടാവട്ടത്തുനിന്ന് പുറത്തു പോകുന്നത്, ഇങ്ങനെ ആലോചിച്ച് സങ്കടപ്പെടുന്ന കുറെ യുവാക്കളെയും യുവതികളൊക്കെ കാണും. നമുക്കൊന്നും എവിടെയും പോകാനൊന്നും പറ്റുന്നില്ല. ആളുകൾ കാണുന്നില്ല, ഇങ്ങനെ രാജ്യം ചുറ്റുകയാണ്. നമ്മൾ ചിന്തിക്കേണ്ടത്, സഹോദരങ്ങളെ, ഇങ്ങനെ ഒന്ന് ചുറ്റിക്കറങ്ങാൻ പോയിട്ട് ഒന്ന് കിടപ്പാടത്ത് എഴുന്നേറ്റിരിക്കാൻ പറ്റാത്ത രോഗികളും ബുദ്ധിമുട്ടുള്ള ആളുകളും സാമ്പത്തിക പ്രയാസമുള്ള ആളുകൾ താഴെ ഒരുപാടുണ്ട്. ഈ ആളുകളെ കണ്ടിട്ട് നമ്മൾ ഒരിക്കലും അതിൽ വഞ്ചിതരാകാൻ പാടില്ല. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിസ്സാരമാക്കി കാണാൻ പാടില്ല. അതല്ലെങ്കിൽ വ്യത്യസ്ത രൂപത്തിൽ ഭക്ഷണമൊക്കെ കഴിക്കുന്ന ആളുകളെ കാണുമ്പോൾ പലരും പറയും, നമ്മളെപ്പോഴും ഇവിടെ തന്നെ, വീട്ടിൽ നിന്ന് എവിടെയും പോകുന്നില്ല, നമ്മൾ എവിടെയും കൊണ്ടുപോകുന്നില്ല, കുട്ടികൾക്ക് പരാതി. ഇതൊക്കെ കണ്ടിട്ടാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തരും അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, ഇന്നത് ടേസ്റ്റ് ചെയ്യുന്നു, അത് അനുഭവിക്കുന്നു. അപ്പൊ ഇവന്റെ പ്രയാസം ഇതാണ്, ഇവൻ കാണുന്നത് ഇത് മാത്രമാണ്. ഇതിന്റെ താഴേക്ക്, കാരണം സോഷ്യൽ മീഡിയയിൽ അത് കാണുകയില്ലല്ലോ, ഇങ്ങനെയുള്ളത് മാത്രമേ കാണുകയുള്ളൂ. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ എങ്ങനെ നോക്കി കാണണം എന്നതിനുള്ള വ്യക്തമായ ഒരു അടിസ്ഥാനം ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മനോഹരമായ പഠിപ്പിക്കുന്ന രീതി നോക്കൂ. ആ കാര്യം പറഞ്ഞപ്പോൾ, ഒരു വിഷയം പറഞ്ഞപ്പോൾ, എന്തിനാണ് ഇങ്ങനെ നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ കാരണം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ നിസ്സാരമാക്കി കാണാതിരിക്കാനാണ്. അല്ലെ, വെറുതെ നിങ്ങൾ മുകളിലുള്ളവർക്ക് നോക്കരുത്, താഴെയുള്ളവരിലേക്ക് മാത്രം നോക്കുക എന്ന് പറഞ്ഞാൽ ആളുകൾ ചിന്തിക്കും, ഇതെന്തിനായിരിക്കണം അങ്ങനെ പറഞ്ഞത്. ഇല്ല, ആ കാരണം കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞു, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിസ്സാരമാക്കി കാണാതിരിക്കാനാണ് എന്നുള്ളത്. അപ്പൊ അങ്ങനെ കാരണം പറയുന്ന സമയത്ത് രണ്ട് ഉപകാരങ്ങൾ അതിലുണ്ട്. ഒന്ന്, നമുക്കൊരു സിയാദത്തു തുമഅനീനത്തുണ്ട്, ഒരു കൂടുതലൊരു മനസ്സമാധാനം കിട്ടും. ശരീഅത്തിന്റെ ഒരു നിയമത്തിന് ഇന്ന കാരണങ്ങൾ കൂടി ഉണ്ട് എന്നറിയുമ്പോൾ കൂടുതൽ സമാധാനമാണ്. ശരീഅത്തിന് നമുക്കൊരു ഹിക്മത്ത് അറിയില്ലെങ്കിലും അത് അനുസരിക്കുക എന്നുള്ളത് ബാധ്യത തന്നെയാണ്. എന്തിനാണ് ഇങ്ങനെ നിശ്ചയിച്ചത്, എന്തിനാണ് ഇങ്ങനെ വന്നത് എന്ന് നമുക്ക് അറിയില്ലെങ്കിൽ പോലും അത് അതുപോലെ സമഅന വഅതഅന, കേൾക്കുക, അനുസരിക്കുക എന്നുള്ള ബാധ്യതയാണ്. പക്ഷെ അതിന്റെ കാരണം കൂടി വ്യക്തമാക്കി തരുമ്പോൾ നമുക്ക് ഒന്നുകൂടി യഖീൻ ഉണ്ടാകും.
നമ്മുടെ വിശ്വാസം ഒന്നുകൂടി അടിയുറക്കും. അത് ഉണ്ടാകുന്നുണ്ട് ഇത്തരം കാരണങ്ങൾ പറഞ്ഞു തരുന്ന സമയത്ത്. അതുപോലെ ദീനുൽ ഇസ്ലാം ഉന്നതമായ ഗുണങ്ങൾ വെച്ചു പുലർത്തുന്നതാണ്. അതിന്റെ ഓരോ കാര്യങ്ങളിലും ഹിക്മത്തുണ്ട് എന്നുള്ള കാര്യവും നമുക്ക് ബോധ്യപ്പെടാൻ സാധിക്കും എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. അടുത്ത ഹദീസ് നവാസ് ബിൻ സമആൻ റളിയല്ലാഹു അൻഹു ഖാൽ സഅൽതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ബിർരി വൽ ഇസ്മ فقال البر حسن الخلق والإثم ما حاك في صدرك وكرهت أن يطلع عليه الناس أخرجه مسلم. النواس بن سمعان رضي الله عنه അദ്ദേഹം പറയുകയാണ് സഅൽതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ബിർരി വൽ ഇസ്മ, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പുണ്യത്തെക്കുറിച്ചും പാപത്തെക്കുറിച്ചും ചോദിക്കുകയുണ്ടായി. അപ്പോൾ സ്വഹാബികളുടെ പതിവിൽപ്പെട്ടതാണ് അവരെപ്പോഴും നന്മകളെ കുറിച്ച് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അത് ചില ആളുകളെ പോലെ നന്മകൾ ഇന്നതാണ് എന്ന് ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്തിട്ടൊരു ഡാറ്റാബേസ് ഉണ്ടാക്കാനല്ല, ഇതൊക്കെ നന്മകളാണ്, അല്ല. സ്വഹാബികൾ നന്മകളെ കുറിച്ച് ചോദിക്കുന്നത് അതിൽ മുന്നേറാനാണ്. ഓരോന്നോരോന്ന് അവർ ചോദിക്കും. അത് പിന്നീട് ആ സ്വഹാബിയെ കുറിച്ച് റിവായത്ത് ചെയ്യപ്പെടാൻ അദ്ദേഹം അത് ഒഴിവാക്കിയിട്ടില്ല. അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ കാണുക സ്വഹാബികളുടെ ചരിത്രം കേൾക്കുമ്പോൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വസിയത്ത് ഇങ്ങനെ കൊടുത്തു, പിന്നീട് ആ സ്വഹാബി അങ്ങനെ ഒരു സ്വഭാവം വെച്ച് പുലർത്തിയിട്ടേയില്ല, ആ സ്വഹാബി ആ ഒരു നന്മ ഒഴിവാക്കിയിട്ടേയില്ല. ഇങ്ങനെയാണ് നമുക്ക് പിന്നീട് അവരുടെ ചരിത്രത്തിൽ കാണാൻ സാധിക്കുക. അങ്ങനെയാണ് സ്വഹാബികൾ. അവർ നന്മകളെക്കുറിച്ചും തിന്മകളെക്കുറിച്ചും ഒക്കെ ചോദിക്കാറുണ്ട്. മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ കാന നാസു യസ്അലൂന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഖൈർ, ജനങ്ങളൊക്കെ റസൂലുള്ളാഹിനോട് ഒരുപാട് നന്മകളെ കുറിച്ച് ചോദിക്കാറുണ്ട്. വകുന്തു അസ്അലുഹു അനിശ്ശർ മഖാഫത അൻ യുദ്രികനി, ഞാൻ തിന്മകളെ കുറിച്ചും ചോദിക്കാറുണ്ട്. എന്തൊക്കെയാണ് തിന്മകൾ? മഖാഫത അൻ യുദ്രികനി, ആ തിന്മകൾ എന്നിൽ സംഭവിക്കാതിരിക്കാനാണ്, അതെന്നെ പിടികൂടാതിരിക്കാനാണ് എന്ന് ഹുദൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത് നമുക്ക് കാണാം. അത് സ്വഹാബികളുടെ രീതിയായിരുന്നു. അവർ നന്മ തിന്മകളെ കുറിച്ചൊക്കെ ചോദിക്കും. നന്മകൾ സ്വായത്തമാക്കാനും തിന്മകൾ വർജിക്കാനും അവരങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നന്മയെക്കുറിച്ചും തിന്മയെക്കുറിച്ചും പറഞ്ഞു കൊടുത്തു. അൽ ബിർറു ഹുസ്നുൽ ഖുലുഖ്, നന്മ എന്ന് പറയുന്നത് സൽസ്വഭാവമാണ് എന്ന് പറഞ്ഞു കൊടുത്തു. വലിസ്മു മഹാക ഫീ സദ്രിക, പാപം എന്ന് പറയുന്നത് നിന്റെ ഹൃദയത്തിൽ ചൊറിച്ചിലുണ്ടാക്കുന്ന കാര്യമാണ്. അത് ചെയ്യുമ്പോൾ നിനക്കൊരു സമാധാനം കിട്ടുകയില്ല. വകരിഹ്ത യത്തലി അലൈഹിന്നാസ്, അത് നീ ചെയ്യുമ്പോൾ ജനങ്ങൾ നിന്നെ കാണുന്നത്, ജനങ്ങൾ നീ അത് ചെയ്യുന്നത് അറിയുന്നത് നീ വെറുക്കുകയും ചെയ്യും. ഇതാണ് പാപം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക. പൽബിർ, നന്മ എന്ന് പറയുന്നത് വിശദീകരിക്കപ്പെട്ടത് ഹുസ്നുൽ ഖുലുഖ് എന്നാണ്, സൽസ്വഭാവം എന്നാണ്. അപ്പോൾ നമ്മൾ ചിന്തിച്ചേക്കാം, സൽസ്വഭാവം അതുമാത്രമാണോ നന്മ? നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഇതൊക്കെ നന്മയല്ലേ എന്ന് ചിന്തിച്ചേക്കാം. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുസ്നുൽ ഖുലുഖ് എന്ന് മാത്രം നന്മയെ കുറിച്ച് പറഞ്ഞത്? പ്രത്യേകിച്ചും ഭാഷാ നിയമത്തിൽ അൽ ബിർറു ഹുസ്നുൽ ഖുലുഖ് എന്ന് പറയുമ്പോൾ പുണ്യം അത് സൽസ്വഭാവം മാത്രമാകുന്നു എന്നൊരു ഭാഷാ നിയമം അവിടെയുണ്ട്. അങ്ങനെ ഒരു അർത്ഥം അതിന് കിട്ടും. പ്രത്യേകിച്ചും അതുകൂടി പരിഗണിക്കുന്ന സമയത്ത് അപ്പോൾ എങ്ങനെയാണ് ബാക്കിയുള്ള ഇബാദത്തുകളൊന്നും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടില്ലല്ലോ എന്നാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹുസ്നുൽ ഖുലൂഖ് നമ്മൾ ആദ്യ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. സൽസ്വഭാവം, മര്യാദ എന്നൊക്കെ പറയുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടാണ് ഒന്നാമതായിട്ടുള്ളത്. രണ്ടാമതാണ് പടപ്പുകളോടുള്ളത്. അപ്പൊ ഹുസ്നുൽ ഖുൽഖ് മഅ അല്ലാഹ്, അള്ളാഹുവോടുള്ള സൽസ്വഭാവത്തിൽ പെട്ടതാണ് അള്ളാഹുവിന്റെ കൽപ്പനകൾ നിർവഹിക്കുക. നിസ്കരിക്കാൻ കൽപ്പിച്ചിട്ടുണ്ട്, നിർവഹിക്കുക. ഹുസ്നുൽ ഖുൽഖാണ്. അള്ളാഹുവിനോട് നീ നല്ല സ്വഭാവം കാണിച്ചിരിക്കുന്നു. അള്ളാഹു സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത് നീ നിർവഹിക്കുന്നു. നീ ഹുസ്നുൽ ഖുൽഖുള്ളവനാണ്, നീ സൽസ്വഭാവിയാണ്. സക്കാത്ത് കൊടുക്കാത്തവൻ, നിസ്കരിക്കാത്തവൻ, നോമ്പെടുക്കാത്തവൻ സൽസ്വഭാവിയല്ല. ജനങ്ങളെ കാണുമ്പോൾ ചിരിച്ചുകൊണ്ട് കാര്യമില്ല, ജനങ്ങൾക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് കാര്യമില്ല, സൽസ്വഭാവിയല്ല. കാരണം ദീൻ സൽസ്വഭാവിയായി പരിഗണിക്കുന്നത് ഒന്നാമതായി അവൻ അള്ളാഹുവിനോട് സൽസ്വഭാവിയാണോ അല്ലേ എന്ന് പരിഗണിച്ചിട്ടാണ്. അപ്പൊ ഇവിടെ ഹുസ്നുൽ ഖുൽഖ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒന്ന് പറയാത്തതുകൊണ്ട്, ഹൽക്ക് എന്ന് പറയാത്തത് കൊണ്ട്, പടപ്പുകളോടെന്ന് പറയാത്തത് കൊണ്ട് അത് രണ്ടും ഉൾക്കൊള്ളുന്നു എന്നാണ്. അള്ളാഹുവോടുള്ള സൽസ്വഭാവവും പടപ്പുകളോടുള്ള സൽസ്വഭാവവും ഉൾക്കൊള്ളുന്നു. അപ്പോൾ എല്ലാ നന്മകളും അത് ഉൾക്കൊണ്ടിട്ടുണ്ട്. അപ്പോൾ ബിർ എന്ന് പറയുന്നത് മുഴുവൻ സൽസ്വഭാവമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ജനങ്ങളോടുള്ള സൽസ്വഭാവമാണെങ്കിൽ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ബദ്ലുൻ നദാ വകഫുൽ അദാ വതലാഖത്തുൽ വജ്ഹ്, ജനങ്ങൾക്ക് നന്മകൾ ചെയ്യുക, സാധിക്കുന്നത് പോലെ നീ ജനങ്ങൾക്ക് നന്മകൾ ചെയ്യുക. നിന്നിൽ നിന്നും ഒരു തരിമ്പ് പോലും ഒരു ഉപദ്രവം മറ്റൊരാളിലേക്ക് എത്താതിരിക്കാൻ നാക്കുകൊണ്ടും നോക്കുകൊണ്ടും നിന്റെ കൈകൾ കൊണ്ടും അവയവങ്ങൾ കൊണ്ടും ഒരു ഉപദ്രവം പോലും മറ്റൊരാൾക്ക് എത്താതിരിക്കാൻ നീ ശ്രദ്ധിക്കുക.
ജനങ്ങളെ കാണുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് അവരെ അഭിസംബോധന ചെയ്യുക. ഇതാണ് ജനങ്ങളോടുള്ള സൽസ്വഭാവത്തെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത്. വേറെ ചിലർ പറഞ്ഞത് അത് ജനങ്ങൾ നിന്നോട് എങ്ങനെ പെരുമാറാൻ നീ ഇഷ്ടപ്പെടുന്നുവോ അതുപോലെ നീ പെരുമാറുക എന്നുള്ളതാണ്. അതാണ് സൽസ്വഭാവം. ആളുകൾ നിന്നെ കാണുമ്പോൾ എങ്ങനെയാണ് നീ ഉദ്ദേശിക്കുന്നത്? മുഖം കറുപ്പിച്ചിരിക്കുന്നതാണോ നീ ഇഷ്ടപ്പെടുന്നത്? തിരിഞ്ഞു പോകുന്നതാണോ ഇഷ്ടപ്പെടുന്നത്? നിനക്ക് എന്തെങ്കിലും ഉപദ്രവം ചെയ്യുന്നതാണോ ഇഷ്ടപ്പെടുന്നത്? അല്ല. ആളുകൾ നിന്നോട് നല്ല രൂപത്തിൽ വർത്തിക്കണം എന്ന് നീ ഇഷ്ടപ്പെടുന്നു എങ്കിൽ അത് ജനങ്ങൾക്ക് നീ നൽകലാണ് സൽസ്വഭാവം എന്നും പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. അപ്പൊ ബിർ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ്. പുണ്യം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് സൽസ്വഭാവം. ഹുസ്നുൽ ഖുൽഖ് മഅല്ലാഹ് വ മഅൽ ഖൽഖ്, അള്ളാഹുവോടും പടപ്പുകളോടുമുള്ള സ്വൽസ്വഭാവമാണ് എന്നാണ്. രണ്ടാമതായി പറഞ്ഞത് വൽ ഇസ്മ, പാപം എന്നാണ്. പാപത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് മാ ഹാക ഫി സദ്രിക്, നിന്റെ ഹൃദയത്തിന് ഒരു ചൊറിച്ചിലത് ഉണ്ടാക്കുമെന്നാണ്. ഒരു ചെയ്യാൻ നിനക്കൊരു ഹൃദയ വിശാലത ലഭിക്കുകയില്ല. ഇപ്പൊ നന്മയാണ് ചെയ്യുന്നതെങ്കിൽ നിന്റെ മനസ്സിനൊരു സമാധാനവും അത് ചെയ്യുമ്പോൾ ഒരു ഹൃദയ വിശാലതയും നിനക്ക് ലഭിക്കുന്നതായിരിക്കും. പക്ഷെ തിന്മയാണെങ്കിൽ ഹൃദയത്തിൽ ഒരു കുടുസതയായിരിക്കും. അത് ചെയ്യാനൊരു ഉറപ്പിട്ടുകയില്ല. വേണോ വേണ്ടേ എന്നുള്ള സംശയം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് തിന്മകൾ ഉണ്ടാവുക. പക്ഷേ സഹോദരങ്ങളെ, പണ്ഡിതന്മാർ പറയുന്നത് ഇത് നല്ല കൽബ്, സലാമത്തായ സുരക്ഷിതമായ കൽബുള്ള ആളുകൾക്ക് ഈ ഒരു ഗുണം ലഭിക്കുകയുള്ളൂ എന്നാണ്. തിന്മകൾ ചെയ്ത് ചെയ്ത് ഹൃദയം കറുത്തുപോയ ആളുകൾക്ക് ഒരുപക്ഷെ ഇത് ലഭിക്കുകയില്ല എന്ന് മാത്രമല്ല, ചിലപ്പോൾ അവരുടെ തിന്മകൾ പോലും അവർക്ക് നല്ലതായി തോന്നുന്ന അവസ്ഥയുണ്ട്. അല്ലാഹു തആല ചോദിച്ചില്ലേ, അഫമൻ സുയ്യിന ലഹു സൂഉ അമലിഹി ഫറആഹു ഹസന. ചില ആളുകൾ അവന്റെ മോശം പ്രവർത്തനങ്ങളെ അവൻ നല്ലതായി കാണുന്നവരെ നീ കണ്ടിട്ടില്ലേ? അല്ലെ, പല തിന്മകൾ ചെയ്യുന്ന ആളുകളും തിന്മകളാണ്. ജനങ്ങൾ, ബുദ്ധിയുള്ള ആളുകളൊക്കെ അത് തിന്മയാണെന്ന് പറയും. ഒരു വേദഗ്രന്ഥത്തിന്റെ ആവശ്യം പോലും ഇല്ലാതെ ജനങ്ങളുടെ നിസ്സാര ഫിത്രത്തിൽ തന്നെ അവർ പറയും ഇത് തിന്മയാണ്, ഇത് ചെയ്യാൻ പാടില്ല. പക്ഷെ തിന്മകൾ ചെയ്ത് അതിൽ മുഴുകിയ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ നന്മയാണ്, പുരോഗതിയാണ്. ആ രൂപത്തിൽ സംസാരിക്കുന്നത് കാണും. അങ്ങനെയുള്ള തെമ്മാടിത്തരത്തിൽ ജീവിച്ച് വളർന്ന, അതിൽ മുങ്ങിക്കുളിച്ച ആളുകൾക്ക് ഇത് ബാധകമാകുകയില്ല എന്നുള്ളത് കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അല്ലെ, അവർക്ക് സംബന്ധിച്ചിടത്തോളം ആ തിന്മ ചെയ്യുമ്പോൾ സന്തോഷമായിരിക്കും. ആ തിന്മ ചെയ്യുമ്പോൾ അതൊരു നന്മയായിട്ടാണ്, വലിയ കാര്യമായിട്ടാണ് തോന്നുന്നത്. അത് ചെയ്യാത്തവർ എന്തോ തെറ്റ് ചെയ്ത ആളുകളെ പോലെ അവർ കാണുകയും ചെയ്യുമെന്നുള്ളതാണ്. ഇത് നല്ല സലാമത്തുള്ള, നല്ല സ്വതറുള്ള, നല്ല കൽബുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ശരിക്കും ഉണ്ടാകും. ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാ അദ്ദേഹം 2 ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. 2 ഉദാഹരണം, ഒന്ന് ഹദീസിലുള്ളതും ഒന്ന് അദ്ദേഹത്തിന് അനുഭവമുള്ളതുമാണ്. അതായത് നല്ല കൽബുള്ള ആളുകൾക്ക് തന്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ബാധ്യതയിൽ കുറവ് വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹറാമ് സംഭവിക്കുകയോ ചെയ്യുമ്പോൾ ഹൃദയം പെട്ടെന്ന് അത് അറിയിച്ചു കൊടുക്കും. ഒരു മനസ്സമാധാനം കിട്ടുകയില്ല എന്നതിനുള്ള ഉദാഹരണങ്ങൾ. ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉദാഹരണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു നിസ്കാരം, രാത്രിയിലുള്ള മഗ്രിബോ ഇശയോ, അവിടുന്ന് 2 റക്അത്തിൽ സലാം വിട്ടുകയുണ്ടായി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർത്തിയാക്കാതെ 2 റക്അത്തിൽ സലാം വീട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം വീട്ടിയതിനു ശേഷം പതിവില്ലാത്ത രൂപത്തിൽ അവിടുന്ന് ഇങ്ങോട്ട് മാറി ഒരു മരത്തടിയുടെ മേലെ ചാരിയിരിക്കുകയാണ്. കൈകൾ ഇങ്ങനെ കോർത്തു പിടിച്ചിട്ടുണ്ട്. സഹാബികൾ പറയുന്നു കന്നഹു ഗൾബാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തോ ദേഷ്യം പിടിച്ചതുപോലെയുണ്ട്. അതുകൊണ്ട് തന്നെ ആർക്കും എന്താണ് ഈ 2 റക്അത്താണ് നിസ്കരിച്ചത് എന്ന് പോലും പലർക്കും അറിയാം. പക്ഷെ ആർക്കും അങ്ങോട്ട് ചോദിക്കാൻ ഒരു ധൈര്യം കിട്ടുന്നില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം പതിവ് പോലെയല്ല, എന്തോ ഒരു പ്രയാസം നിറഞ്ഞതുപോലെ, ഒരു ബുദ്ധിമുട്ട് നിറഞ്ഞതുപോലെയാണ് സ്വഹാബികൾ കണ്ടത്. അങ്ങനെ അവസാനം ഒരു വ്യക്തി, ദുൽയദൈൻ എന്നാണ് ഹദീസിൽ അദ്ദേഹത്തിന്റെ പേര് പറയുന്നത്. 2 കൈയുള്ള ആൾ, ഒരു പേര് കളവല്ലാത്തൊരു തമാശയാണ് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞത്. 2 കൈയുള്ള ഒരാൾ, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ് ചെയ്തത്, അനസീത അം ഖസറത്തിസ് സ്വലാഹ്, താങ്കൾ നിസ്കാരം മറന്നുവോ അതല്ല ഖസറാക്കപ്പെട്ടുവോ? അതായത് ഇത് ശരീഅത്ത് ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്ന കാലമാണ്. ശരീഅത്ത് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്ന കാര്യമാണ്. പല നിയമങ്ങളും വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. മാറാം, ആദ്യം ഉണ്ടായതിനു ശേഷം പിന്നീട് മാറാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. അതുകൊണ്ടാണ് സഹാബി ചോദിച്ച ചോദ്യം, പണ്ഡിതന്മാർ പറയുന്നു, വളരെ മനോഹരമായ ചോദ്യമാണ്. സഹാബികൾ എത്രമാത്രം കൂർമ്മ ബുദ്ധിയുള്ളവരാണ്. കാരണം എല്ലാ പോസിബിലിറ്റിയും ഉൾപ്പെടുത്തിയിട്ടുള്ള ചോദ്യമാണ്. ആ നസീത, താങ്കൾ മറന്നുവോ?
അം ഖസ്റത്തിസ്സല, അല്ല നിസ്കാരം കസ്റാക്കപ്പെട്ടു. രണ്ടൊരു സാധ്യത അവിടെ കാണുന്നുള്ളൂ. മൂന്നാമതൊരു സാധ്യത വേണമെങ്കിൽ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനഃപൂർവ്വം 2 റക്അത്തിൽ സലാം വിട്ടുക, അതൊരിക്കലും ഉണ്ടാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല. അതുകൊണ്ട് അദ്ദേഹം അത് ചോദിച്ചുമില്ല. ഈ 2 കാര്യം ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലം അൻസ, ഞാൻ മറന്നിട്ടില്ല, വലം തുക്സർ, കസറാക്കപ്പെട്ടിട്ടുമില്ല എന്നാണ് പറഞ്ഞത്. ലം അൻസ എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറന്നതായിട്ട് അറിയില്ല, കാരണം അവിടുന്ന് പൂർണ്ണമായി ചെയ്തു എന്നാണ് വിചാരിക്കുന്നത്. വലം തുക്സർ എന്ന് പറഞ്ഞ് കസറാക്കിയിട്ട് അങ്ങനെ ഒരു നിയമം വന്നിട്ടില്ല. സഹാബി എങ്കിൽ വളരെ കൃത്യമായി പറഞ്ഞു, ബല ഖദ് നസീത്, എങ്കിൽ താങ്കൾ മറന്നിരിക്കുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കസറാക്കിയിട്ടില്ല, അങ്ങനെ ഒരു നിയമം വന്നിട്ടില്ല, അങ്ങനെ ഒരു വഹി ഇറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു പോസിബിലിറ്റി മറക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മറന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരാണ്, നമ്മൾ മറക്കുന്നത് പോലെ അവിടുന്നും മറക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുണ്ട്. ഒരു വ്യക്തി മാത്രമാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചുറ്റുമുള്ള ആളുകളോട് ചോദിച്ചു, അസ്വദഖതുൽ യദൈൻ, ഈ വ്യക്തി പറഞ്ഞത് സത്യമാണോ? എല്ലാവരും പറഞ്ഞു അതെ എന്ന് പറഞ്ഞു. നോക്കൂ, ഇവിടെ പാഠം എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൽ ഒരു 2 റക്അത്ത്, മഗ്രിബാണെങ്കിൽ 1 റക്അത്ത് അവിടെ കുറഞ്ഞു പോയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സമാധാനം കിട്ടുന്നില്ല. എന്തോ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് എന്ന് തോന്നുകയാണ്. കാരണം ഒരു വാജിബിൽ അവിടെ കുറവ് വന്നിട്ടുണ്ട്. നിസ്കാരം അത് പൂർത്തിയാക്കാതെ നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ലല്ലോ. അപ്പോൾ അതിലൊരു കുറവ് വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു സമാധാനമില്ലാതെ വരികയാണ്. ഇതാണ് സലാമത്തായ നല്ല സദറുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം. അവൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വീഴ്ച അല്ലെങ്കിൽ ഒരു നിർബന്ധ ബാധ്യത ചെയ്യാതെ വന്നാൽ അവന്റെ കൽബ് അവന് അതിങ്ങനെ പറഞ്ഞു കൊടുക്കും, എന്തോ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് എന്ന് പറയും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന കാര്യമാണ്. രണ്ടാമത്തെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതുപോലെ ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു സംഭവമാണ്. ഒരു ആമിയായ സാധാരണക്കാരനായ എന്നാൽ അല്ലാഹുവിനെ നന്നായി സൂക്ഷിക്കുന്ന ഒരു മനുഷ്യൻ. ആ വ്യക്തി അങ്ങേയറ്റം തന്റെ റിസ്കിൽ ഒരു ഹറാമും കലരരുത് എന്ന് ആഗ്രഹിക്കുന്ന, അങ്ങനെ ജീവിക്കുന്ന മനുഷ്യനാണ്. ഒരു ഹറാം, 1 രൂപ, 1 റിയാല് പോലും എന്റെ അക്കൗണ്ടിൽ വരരുത് എന്ന് ചിന്തിക്കുന്ന മനുഷ്യനാണ്. അപ്പൊ ഈ വ്യക്തി ഇങ്ങനെ മരം വെട്ടി അങ്ങനെ അതൊക്കെ കഴുതപ്പുറത്ത് വെച്ച് കെട്ടി അങ്ങനെ മാർക്കറ്റിൽ പോയി വിൽക്കുക എന്നൊക്കെയുള്ള ഒരു രീതി സ്വീകരിച്ച് അങ്ങനെ കച്ചവടം ചെയ്തു പോകുന്ന ഒരു മനുഷ്യനാണ്. ഒരിക്കൽ അദ്ദേഹത്തിന്റെ അയൽവാസിയും ഇതേപോലെ തൊട്ടടുത്ത് തന്നെയാണ് മരം ഒക്കെ വെട്ടി കഴുതപ്പുറത്ത് കയറ്റുന്നത്. അപ്പൊ അയൽവാസിയുടേത് അറിയാതെ ചില കാര്യങ്ങൾ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, കഴുതപ്പുറത്ത് കെട്ടി വെച്ചിട്ടുണ്ട്. അദ്ദേഹം അത് ശ്രദ്ധിച്ചിരുന്നില്ല. അങ്ങനെ കഴുതയെ മുന്നോട്ടേക്ക് അദ്ദേഹം തളിക്കുന്ന സമയത്ത്, മുന്നോട്ട് നീങ്ങാൻ വേണ്ടി പറയുന്ന സമയത്ത് കഴുത പോകുന്നില്ല. കഴുത വെറുതെ അലറിക്കൊണ്ടിരിക്കുകയാണ്. കഴുത മുന്നോട്ടേക്ക് പോകുന്നില്ല. കഴുതക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നില്ല എന്നാണ്. അപ്പൊ ഇദ്ദേഹത്തിന് അത്ഭുതമായി, എന്താണ് ഇങ്ങനെ, എന്റെ കഴുത ഇങ്ങനെയുള്ളൊരു മൃഗമല്ല, വേഗം പോകുന്നതാണ്, പറയാം സാധനം കയറ്റിവെച്ച വേഗം പോകുന്നതാണ്, എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം ഒന്നുകൂടി പരിശോധിച്ചപ്പോഴതാ തന്റെ അയൽവാസിയുടെ ആ ഒരു കെട്ട് ഇതിൽ വന്നു ചേർന്നിരിക്കുന്നു അറിയാതെ. ഉടൻ തന്നെ അദ്ദേഹം അതവിടെ തിരിച്ചു വന്നപ്പോൾ കഴുത പോകാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഒരു നിലക്കും എന്നിൽ ഹറാമ് കലരരുത് എന്ന് ആഗ്രഹിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആഗ്രഹം അവിടെ നിറവേറ്റി കൊടുക്കുകയാണ്. അവനൊരു സമാധാനം കിട്ടാത്ത ഒരവസ്ഥ ഉണ്ടാക്കിക്കൊണ്ട് അവൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയാണ്. ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ. ഇപ്പൊ കാബ പൊളിക്കാൻ വേണ്ടി അബ്രഹത്ത് ആനപ്പടയുമായി വന്നപ്പോൾ ആനകൾ ആരും കാബയിലേക്ക് കടക്കുന്നില്ല, ആനകൾ ആ ഭാഗത്തേക്ക് പ്രവേശിക്കുന്നില്ല. അതുപോലെ തന്നെ ഹുദൈബിയ സന്ധിയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത ഒട്ടകമായ ഖസ്വയിൽ വന്നപ്പോൾ ഖസ്വ അവിടെ മുട്ടുകുത്തിയിരിക്കുകയാണ്. പിന്നീട് അങ്ങോട്ടേക്ക് പ്രവേശിക്കുന്നില്ല. കാരണം അത് അങ്ങനെ ആയിരുന്നു സംഭവിക്കണം, അങ്ങോട്ട് പോകാൻ പാടില്ലായിരുന്നു, അത് അപകടം ഉണ്ടാകുമായിരുന്നു, ആ സന്ധിയായിരുന്നു അവിടെ വേണ്ടിയിരുന്നത് എന്നൊക്കെയാണ്. അപ്പോൾ ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ സഹോദരങ്ങളെ ഇങ്ങനെ ജീവിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകും. അപ്പോൾ നന്മ എന്ന് പറയുന്നത് അത് ഹുസ്നുൽ ഖുൽഖാണ്. തിന്മ എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിന് ഉണ്ടാകുന്ന ചൊറിച്ചിലുകൾ, ആളുകൾ അത് കാണുന്ന പ്രയാസവും അതുണ്ട്. അതുകൊണ്ടാണ് തിന്മകൾ ആരും കാണാതെ ചെയ്യുന്നത്. സംശയമുള്ള അങ്ങനെ കാര്യങ്ങൾ പോലും ആളുകൾ അങ്ങനെ ചെയ്യുന്നത് പേടികൊണ്ടാണ്. തിന്മയാണോ, ജനങ്ങൾ കാണുക അവൻ ചെയ്യുന്നുണ്ട് എങ്കിൽ അത് തിന്മയായിരിക്കുകയില്ല. നേരത്തെ പറഞ്ഞതുപോലെ അങ്ങേയറ്റം ഹൃദയത്തിൽ തിന്മകൾ കൊണ്ട് അന്ധത വന്ന ആളുകൾ ഒഴികെ അവർക്ക് ജനമധ്യത്തിൽ തിന്മകൾ ചെയ്യാനും യാതൊരു ലജ്ജയും ഉണ്ടാവുകയില്ല. എന്നാൽ അതല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു തിന്മ ചെയ്യുമ്പോൾ ആളുകൾ അതിലേക്ക് എത്തി നോക്കുന്നു എന്നുള്ളതാണ് വെറുക്കുന്നതായിരിക്കും. അപ്പൊ തിന്മ എത്ര കൃത്യമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കി നൽകിയത് എന്ന് മനസ്സിലാക്കുക. ഇനി ഇങ്ങനെ സംശയമുള്ളൊരു കാര്യം, അതായത് ഇത് തിന്മയാണോ എന്നറിയില്ല, നമുക്ക് അഹ്കാമുകൾ കൊണ്ടൊന്നും വ്യക്തമായിട്ടില്ല, പക്ഷെ ചെയ്യുമ്പോൾ എന്തോ ഒരു മനസ്സിനൊരു പ്രയാസം ഉണ്ടാകുന്ന ഒരു വിഷയം, അത് നമ്മൾ ചെയ്താൽ നമ്മൾ കുറ്റക്കാരനാകുമോ? ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു,
ഹദീസാണ്. മനിത്തഖ ശുബ്ഹാതി ഫഖദ് ഇസ്തബ്റഅ ലിദീനിഹി വഇർളിഹി. ആരെങ്കിലും സംശയമുള്ള കാര്യം അതിൽ നിന്നും വിട്ടുനിന്നാൽ അവൻ അവന്റെ ദീനും അഭിമാനവും സംരക്ഷിച്ചിരിക്കുന്നു എന്നാണ്. അത് വറആണ്, സൂക്ഷ്മതയാണ്, തഖ്വയാണ്. പക്ഷേ അത് ചെയ്തത് കൊണ്ട് ഒരാൾ കുറ്റക്കാരനാണെന്ന് പറയാൻ സാധിക്കുകയില്ല. കാരണം അത് ഹറാമാണ് എന്നുള്ള വ്യക്തമായ ഖുർആനിന്റെയോ ഹദീസിന്റെയോ തെളിവ് അവന് കിട്ടിയിട്ടില്ല. അവൻ ചെയ്യാൻ പോകുമ്പോൾ എന്തോ അതിലൊരു സംശയം മാത്രം. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് സൂക്ഷ്മതയ്ക്ക് ഒരാൾ മാറി നിൽക്കുകയാണെങ്കിൽ അതാണ് വറ. പക്ഷേ അതൊരാൾ ചെയ്തു എന്നുള്ളത് കൊണ്ട് അയാൾ കുറ്റക്കാരനാണ് എന്ന് പറയാൻ സാധിക്കുകയില്ല. കാരണം അയാൾക്കത് അറിയുന്ന ഒരു കാര്യമേ അല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ഹദീസ് عن ابن مسعود رضي الله عنه قال قال رسول الله صلى الله عليه وسلم. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ കുൻതും സലാസതൻ ഫലാ യതനാജസ്നാനി ദൂനൽ ആഖർ ഹത്താ തഖ്തലിതു ബിന്നാസ് മിൻ അജ്ലി അന്ന ദാലിക യുഹ്സിനുഹു മുത്തഫഖുൻ അലൈഹി വല്ലഫ്ളു ലിൽ മുസ്ലിം. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്. ഇതേ വാചകങ്ങൾ ഇമാം മുസ്ലിം ഉദ്ധരിച്ചതാണ്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഇദാ കുൻതും സലാസ, നിങ്ങൾ 3 ആളുകൾ മാത്രം ഉണ്ടാകുന്ന ഒരു സദസ്സാണ് എങ്കിൽ ഫലാ യതനാജസ്നാനി ദൂനൽ ആഖർ, ഒരാളെ കൂട്ടാതെ ബാക്കിയുള്ള 2 പേർ രഹസ്യ സംഭാഷണം നടത്താൻ പാടില്ല എന്നാണ് പറയുന്നത്. രഹസ്യ സംഭാഷണം എന്ന് പറഞ്ഞാൽ ഒരാൾ കേൾക്കാതെ ഒരാളോട് മാത്രം പറയുക, ഒരാൾ കേൾക്കാതെ മറ്റൊരാളോട് മാത്രമായി പറയുക എന്ന് ചെയ്യാൻ പാടില്ല. ഹത്താ തഖ്തലിതു ബിന്നാസ്, എന്നാൽ 3-ലധികം ആളുകൾ വന്ന് ആ ബാക്കിയുള്ള ഒരാളും ജനങ്ങളോടൊപ്പം കലരുന്ന ഒരവസ്ഥ വന്നാൽ നിനക്ക് പ്രശ്നമില്ല. എന്തുകൊണ്ടാണിത് ചെയ്യരുത് എന്ന് പറയുന്നത്? മിൻ അജ്ലി അന്ന ദാലിക യുഹ്സിനുഹു, നിങ്ങളെ മാറ്റി നിർത്തിയ 3-മത്തൊരുവൻ അത് അവന് പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് എന്നുള്ളതാണ്. നോക്കൂ സഹോദരങ്ങളെ, ദീനുൽ ഇസ്ലാം എത്രമാത്രമാണ് ഒരു മുസ്ലിമിന്റെ ഖൽബിന് വിഷമമുണ്ടാകുന്ന കാര്യത്തെ പോലും ശ്രദ്ധിക്കുന്നത് എന്ന് നോക്കുക. ഇവിടെ ചീത്ത പറഞ്ഞിട്ടില്ല, അവനെ കുത്തി നോവിച്ചിട്ടില്ല, ആ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു നേർക്ക് നേരെയുള്ള ഒരു ഉപദ്രവവും ഇവൻ ചെയ്യുന്നില്ല. എന്താണ് ചെയ്തത്? അവനെ മാറ്റി നിർത്തിയിട്ട് ഒരു രഹസ്യ സംഭാഷണം നടത്തി. ഇതുപോലും ചെയ്യരുത് എന്നാണ് ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പോൾ മറ്റൊരു മുസ്ലിമിന് കൊടുക്കേണ്ട ഹക്കുകൾ എത്ര വലുതാണ്. അവനൊരു പ്രയാസം ഉണ്ടാകുന്ന കാര്യം നീ ചെയ്യാൻ പാടില്ല എന്നാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരാൾക്ക് മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കുന്ന രൂപത്തിൽ ഉപദ്രവിക്കുകയും അതുപോലെ കുത്തിപ്പറയുകയും അയാളെ എല്ലാ നിലക്കും പ്രയാസപ്പെടുത്തുകയും ഒക്കെ ചെയ്യാൻ സാധിക്കുക? കാരണം ഇതുപോലും ദീനുൽ ഇസ്ലാം അത് ചെയ്യരുത് എന്നാണ് പറയുന്നത്. കാരണം ഇയാൾ ചിന്തിക്കും ഇതെന്നെ കുറിച്ച് എന്തോ പറയുകയാണ്, അല്ലെങ്കിൽ എന്റെ എന്തെങ്കിലും കുറവുകളൊക്കെ പറയുകയായിരിക്കും. ഇനി അതൊന്നും വേണ്ട, എന്നെ കുറിച്ചൊന്നുമല്ല. അയാൾ ചിന്തിക്കുക എന്താണ്, എനിക്ക് ഇതൊന്നും അങ്ങനെ എന്നോടൊന്നും ഡിസ്കസ് ചെയ്യപ്പെടാൻ മാത്രം ഞാനൊരു യോഗ്യനൊന്നുമല്ല. ഇവരൊക്കെ അങ്ങനെ വലിയ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ആൾ, ഞാനൊരു സാധാരണക്കാരനാണല്ലോ, അതുകൊണ്ടായിരിക്കും എന്നെ മാറ്റി നിർത്തിയത്. ഇങ്ങനെ പല രൂപത്തിലുള്ള ചിന്തകൾ ഇവൻ ചിന്തിക്കുകയും അത് അവന് ഹുസ്ൻ ഉണ്ടാക്കും, അവന് പ്രയാസമുണ്ടാക്കും, വ്യസനമുണ്ടാക്കും എന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് ഇത് ഹറാമായ കാര്യമാണ്. 3 ആളുണ്ടാകുന്ന സമയത്ത് 2 ആളുകൾ ഇങ്ങനെ രഹസ്യ സംഭാഷണം നടത്തുക എന്നുള്ളത് ഹറാമാണ്. കാരണം അതൊരു മുസ്ലിമിനെ ഉപദ്രവിക്കലാണ്. അല്ലാഹു തആല പറഞ്ഞു, വല്ലദീന യുഅ്ദൂനൽ മുഅ്മിനീന വൽ മുഅ്മിനാതി ബിഗൈരി മക്തസബു ഫഖദ് ഇഹ്തമലു ബുഹ്താന വ ഇസ്മൻ മുബീന. സത്യവിശ്വാസികളെയും സത്യവിശ്വാസിനികളെയും അവർ ചെയ്യാത്ത കാര്യത്തിന്റെ പേരിൽ അവരെ ആരാണോ ഉപദ്രവിക്കുന്നത്, ഫഖദ് ഇഹ്തമലു ബുഹ്താന വ ഇസ്മൻ മുബീന, അവൻ അപവാദവും വ്യക്തമായ പാപവുമാണ് പേറിയിരിക്കുന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ചെയ്യാൻ പാടില്ല. കുട്ടികളായാലും വലിയവരായാലും 3 ആള് മാത്രമുള്ളൊരു സദസ്സിൽ അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്യാതെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ, ചിലപ്പോൾ നല്ല കാര്യം തന്നെ ആയിരിക്കാം, 3-മത്തവനെ കുറിച്ച് പറയുന്നത് ഒന്നും ആയിരിക്കുകയില്ല, ഇവനോട് പറയേണ്ട ഒരു കാര്യമായിരിക്കാം. പക്ഷെ അങ്ങനെ ചെയ്യാതെ അതൊരു മറ്റൊരു അവസരത്തിലേക്ക് മാറ്റിവെക്കുക. അല്ലെങ്കിൽ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ നമ്മൾ ഈ ഒരു കച്ചവടവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം സംസാരിക്കാനുണ്ട്, ഞാനൊന്ന് ഇയാളോട് സംസാരിക്കട്ടെ എന്ന് അനുവാദം ചോദിച്ചിട്ട് അയാളെ ബോധ്യപ്പെടുത്തിയിട്ട് ചെയ്യാമെന്നാണ്. അങ്ങനെ ചെയ്യാമെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അതല്ലാതെ നിങ്ങൾ ചെയ്യാൻ പാടില്ല. അതല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ആ സദസ്സിൽ 3-ലധികം ആളുകൾ ഉണ്ട് എങ്കിൽ, 4ഓ 5ഓ ഒക്കെ ഉണ്ട്, ഈ പറയുന്ന 3-മത്തെ വ്യക്തിക്ക് സംസാരിക്കാൻ മറ്റൊരാളുണ്ട്, അങ്ങനെയുള്ള സദസ്സാണ് എങ്കിൽ അവിടെയും കുഴപ്പമില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. കാരണം അതൊക്കെ ഈ ഒരു മനുഷ്യന് പ്രയാസം ഉണ്ടാകാതിരിക്കാനുള്ള കാര്യമാണ്. ഇതുപോലെ തന്നെയാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, 3 ആൾ ഉണ്ടാകുമ്പോൾ 2 ആള് 3-മത്തവനെ അറിയാത്തൊരു ഭാഷ സംസാരിക്കാനും പാടില്ല. ഇതും ഇതിൽ പെടുമെന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും.
മൂന്നാളുണ്ടാകുമ്പോൾ അവർക്ക് മാത്രം അറിയുന്ന ഒരു ഭാഷ സംസാരിക്കുക, അത് ചെയ്യാൻ പാടില്ല. ഇതും അതേ കാര്യം തന്നെയാണ്. രഹസ്യത്തിൽ പറയുന്നില്ല എന്നേ ഉള്ളൂ, ഒച്ചത്തിൽ തന്നെയാണ് പറയുന്നത്. പക്ഷെ മറ്റവൻ ചിന്തിക്കുന്നുണ്ടാകും, ഇതെന്താണാവോ പറഞ്ഞത്, എന്തായിരിക്കും ഇവൻ പറഞ്ഞിട്ടുണ്ടാവുക, എന്നെ കുറിച്ചാണോ എന്ന രൂപത്തിലൊക്കെ ചിന്തിക്കാൻ സാധ്യത അതിനുമുണ്ട്. അതുകൊണ്ട് മറ്റൊരു ഭാഷയിലും അങ്ങനെ സംസാരിക്കുക, കോഡ് ഭാഷകൾ സംസാരിക്കുക, അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ മറ്റ് ഇവൻ അറിയാത്തൊരു ഭാഷ സംസാരിക്കുക, ഇത് ശരിയല്ല. മറിച്ച് മൂന്നാൾക്കും മനസ്സിലാകുന്ന രൂപത്തിലുള്ള ഭാഷ സംസാരിക്കുക. ഇനി അതല്ല, നിനക്ക് ഇവന് മനസ്സിലാകുന്ന ഭാഷ അറിയില്ലെങ്കിൽ അവനോട് പറയാം, നിനക്ക് മനസ്സിലാകും, എനിക്ക് ഇതേ അറിയുള്ളൂ, എനിക്കൊരു കാര്യം ഇവനോട് പറയണം എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് സംസാരത്തിന് വേണ്ടി ഒരുങ്ങുക എന്നതാണ് വേണ്ടത് എന്നുള്ളതാണ്. കാരണം അതാണ് മര്യാദ, അതാണ് നല്ല സൽസ്വഭാവമുള്ള ആളുകളുടെ സ്വഭാവം, അങ്ങനെയായിരിക്കും എന്നാണ്. അടുത്ത ഹദീസ് وعن ابن عمر رضي الله عنهما قال ابن عمر رضي الله عنهما അദ്ദേഹം പറയുന്നു, قال رسول الله صلى الله عليه وسلم رسول الله صلى الله عليه وسلم പറഞ്ഞു, لا يقيم الرجل الرجل من مجلسه ثم يجلس فيه ولكن تفسحوا وتوسعوا متفق عليه. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ അയാളുടെ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേൽപ്പിച്ചുകൊണ്ട് അവിടെ ഇരിക്കാൻ പാടില്ല. ഒരാൾ ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ്, വേറൊരാൾ വന്ന് അയാളെ നീ എവിടെ എഴുന്നേൽക്കണം എന്ന് പറഞ്ഞ് നീ അവിടെ ഇരിക്കാൻ പാടില്ല. മറിച്ച് അവിടെ സ്ഥലമില്ലാത്തൊരവസ്ഥയാണ്, എല്ലാവരും ഇരുന്നതിന് അവിടെ മറ്റൊരാൾക്ക് ഇരിക്കാൻ സ്ഥലമില്ലെങ്കിൽ എന്താണ് വേണ്ടത്? വലാകിൻ തഫസ്സഹു, നിങ്ങൾ വിശാലത ഉണ്ടാക്കുക. തവസ്സഹു, ഒരു വിശാലത നൽകുക. ഒന്നുകിൽ അതിനിടയിൽ അവിടെ കയറ്റിയിരുത്തുക, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് അറ്റത്തൊരു സ്ഥലം ഈ വന്ന വ്യക്തിക്ക് നൽകുക. അതിന് സാധിക്കുമെങ്കിൽ അങ്ങനെ നൽകുക. അതല്ലാതെ ഒരാളെ എഴുന്നേൽപ്പിച്ചിട്ട് മറ്റൊരാളെ അവിടെ ഇരുത്തുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. കാരണം അവനെ ഒരു അപമാനിക്കുന്ന ഒരു അവസ്ഥയാണ്, അവനെ നിന്ദിക്കുന്ന ഒരു അവസ്ഥയാണ്. നിന്നെക്കാളും ഇവിടെ ഇരിക്കാൻ ഇവനാണ് യോഗ്യൻ എന്ന് പറയുന്ന അവനോട് കാണിക്കുന്ന ഒരു അതിക്രമമാണ്, അത് ഹറാമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖീല ലക്കും തഫസ്സഹു ഫിൽ മജാലിസി ഫഫ്സഹു യഫ്സഹില്ലാഹു ലക്കും. മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഒരു മജ്ലിസിൽ ഇരിക്കുന്ന സമയത്ത് അവിടെ മറ്റൊരാൾ കയറി വന്നാൽ നിങ്ങൾ അവിടെ വിശാലത നൽകണം. ഫഫ്സഹു യഫ്സഹില്ലാഹു ലക്കും. അങ്ങനെ നിങ്ങൾ വിശാലത നൽകിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വിശാലത നൽകും. നിങ്ങളുടെ എല്ലാ കാര്യത്തിലും അള്ളാഹു പ്രയാസങ്ങളൊക്കെ എളുപ്പമാക്കി നൽകും. എന്നാൽ ചിലരുടെ അവസ്ഥ, ആരെങ്കിലും ഒരാൾ കയറി വരുന്നുണ്ട്, അത് ഒരാൾ വരുന്നുണ്ട്, ഒന്ന് വിട്ടുവിട്ടിരുന്നോ എന്ന് പറയുന്ന അവസ്ഥയായിരിക്കും. ഒരാൾക്കൊരു സൗകര്യം കൊടുക്കാതെ സ്വാർത്ഥ ചിന്തയുള്ള, കാരണം മറ്റൊരാളിൽ നിന്ന് പ്രയാസപ്പെടുന്നുണ്ടാവും. ഇപ്പൊ ട്രെയിനിലായിരിക്കാം, ബസ്സിലായിരിക്കാം. അപ്പൊ ഒരാൾ വരുന്ന കാണുമ്പോൾ നമ്മളൊന്ന് വിശാലതയിൽ ഇരുന്നോ, ഒരു ബാഗ് വേണമെങ്കിൽ അവിടെ വെച്ചോ, ഇവൻ ഇരുത്തണ്ട എന്നാണ്, അങ്ങനെയാണ് ചിന്തിക്കുന്നത്. കാരണം അവന് മാത്രം കിട്ടിയാൽ മതി. തൊട്ടു മുമ്പ് ഇവൻ ആ സീറ്റ് കിട്ടാൻ ആഗ്രഹിച്ചവനായിരിക്കും, പക്ഷെ ഇവന് കിട്ടിക്കഴിഞ്ഞാൽ ഇവൻ വേറൊരാൾക്കും കൊടുക്കൂല. ആ രൂപത്തിൽ സ്വാർത്ഥ ചിന്തകൾ വെച്ച് പുലർത്തുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, അങ്ങനെ വിശാലത നമ്മൾ നൽകുക, അതൊരു വിഷയമാണ്. അതുപോലെ തന്നെ മറ്റൊരു വിഷയമാണ് അവിടെ ഇരുന്നയാളെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് മറ്റൊരാൾ അവിടെ വന്ന് ഇരിക്കുക എന്നുള്ളതും പാടില്ലാത്ത കാര്യമാണ്. അങ്ങനെ ഇരിക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. അത് മസ്ജിദിലാകട്ടെ, അങ്ങാടിയിലാകട്ടെ, ഏത് സ്ഥലത്താകട്ടെ. മസ്ജിദിൽ ഉദാഹരണം പറയാൻ മനസ്സിലാകാൻ, ഇവിടെ ഒരാൾ മുന്നിൽ തന്നെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുക. അയാൾ ഖുതുബക്ക് വെള്ളിയാഴ്ച നേരത്തെ എത്തിയതാണ്. അയാളിവിടെ സ്ഥലം പിടിച്ചു, സുന്നത്തൊക്കെ നിസ്കരിച്ചു. അങ്ങനെ അയാൾക്ക് പെട്ടെന്നൊരു കോൾ വന്ന് അയാൾ പുറത്തേക്ക് പോയതാണ്, അല്ലെങ്കിൽ ബാത്റൂമിൽ പോയതാണ്. അയാൾ അവിടെ ഒരു വസ്തു വെച്ചിട്ടില്ലെങ്കിലും അയാൾ പോയതാണ് എങ്കിൽ തിരിച്ചു വന്നാൽ അയാൾക്കാണ് ആ സ്ഥലത്തിന് ഹക്കായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം. ഉടനെ ബാക്കിലുള്ള ആൾ മുന്നിൽ കയറിയിരുന്ന് അതിന് നീ ലാസ്റ്റ്, കാരണം നീ ഇടയിൽ ബാത്റൂമിൽ പോയല്ലോ, അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പൊ നേരത്തെ ജുമാക്ക് വരുന്ന ആളുകൾ അവരേറ്റവും മുന്തിയ സ്ഥലമായ ഖത്തീബിനോട് അടുത്ത സ്ഥലത്ത് ഒരു സ്ഥലം പിടിച്ചിട്ടുണ്ടാവും. പക്ഷെ സ്വാഭാവികമായിട്ടും മണിക്കൂറൊക്കെ കഴിയുമ്പോൾ അവർക്ക് ബാത്റൂമിൽ പോകേണ്ടി വരും, അല്ലെങ്കിൽ മറ്റാവശ്യത്തിനൊക്കെ പോകേണ്ടി വരും. അങ്ങനെ പോയി തിരിച്ചു വരുമ്പോൾ പുറകിലുള്ള ആൾ അവിടെ വന്നിരിക്കലല്ല, അല്ലെങ്കിൽ വേറൊരാൾ വന്ന് അവിടെ ഇരിക്കലല്ല, മറിച്ച് ഇത് ഇയാളുടെ സ്ഥലമാണ്, അയാൾക്ക് ഹക്കുണ്ട്. കാരണം ആ മജ്ലിസ് അവിടെ കഴിഞ്ഞിട്ടില്ല. എന്നാൽ രാവിലെ വന്നിരുന്നു എന്ന് കാരണത്താൽ അയാൾ ഫജറിന് ജുമാക്ക് വന്നിരുന്നു എന്ന് കാരണത്താൽ അസ്റിനും അയാൾക്ക് അവിടെ തന്നെ പോകണം എന്ന് പറഞ്ഞാൽ ഇല്ല. കാരണം അയാൾ വീട്ടിലേക്ക് പോയി. ഇനി പിന്നീട് ആരാണോ ആദ്യം മുൻകടക്കുന്നത് അവനാണ് ഹക്കുള്ളത്. മുൻകടക്കുന്നത് ആരാണോ അവനാണ് ഹക്കുള്ളത് എന്നാണ്. അത് മനസ്സിലാക്കുക. അത് പണ്ഡിതന്മാർ പറയുന്നു, സ്വന്തം മകനെ ആണെങ്കിൽ പോലും അങ്ങനെ എഴുന്നേൽപ്പിക്കാൻ പാടില്ല. സ്വന്തം ആളാണ് മുന്നത്തെ സഫിലുള്ളത്, സ്വന്തം ആളാണ് ഇന്ന സ്ഥലത്തുള്ളത്, അപ്പോ വാപ്പ വന്ന് കാരണം അവർ വന്ന് നീ എഴുന്നേൽക്ക് എന്ന് പറഞ്ഞ് എഴുന്നേൽപ്പിക്കാൻ പാടില്ല. സ്വന്തക്കാരാണെങ്കിൽ പാടില്ല. ഇനി അവര് വേണമെങ്കിൽ എഴുന്നേറ്റ് കൊടുക്കാം, അത് അവന്റെ മര്യാദയാണ്.
ഒരാളെ കാണുന്ന സമയത്ത് നിങ്ങൾ ഇരുന്നോളൂ എന്ന് പറഞ്ഞ അത് അവന്റെ കാര്യമാണ്. പക്ഷെ എഴുന്നേൽപ്പിക്കുക എന്നുള്ളത് പാടില്ല. അതൊരു അധ്യാപകന് വിദ്യാർത്ഥിയെ പോലും പാടില്ല. അപ്പൊ വിദ്യാർത്ഥി മുന്നിലുണ്ട്, അപ്പൊ അധ്യാപകൻ പിന്നെ ലാസ്റ്റ് കയറി വരികയാണ്, എന്നിട്ട് ഇവൻ നീ അങ്ങോട്ട് ബാക്കിൽ പോയിരിക്കൂ എന്ന് പറഞ്ഞ് അവനെ ആ സ്ഥലത്ത് നിന്ന് എഴുന്നേൽപ്പിക്കുക എന്നുള്ളത് അവന് അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അത് പാടില്ലാത്ത കാര്യമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇനി എന്നാൽ ചിലർ ചെയ്യുന്നത്, അവർക്കവിടെ സീറ്റ് കിട്ടുന്നതിന് വേണ്ടി കുട്ടികളെ ആരുടെങ്കിലൊക്കെ പോയി നിങ്ങൾ നേരത്തെ പോയി അവിടെ ഇരിക്കുക, ഞാൻ കുറച്ച് വൈകിട്ടാണ് വരിക എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് തീരുമാനിക്കുന്നത് എങ്കിലോ പണ്ഡിതന്മാർ പറയുന്നു അത് തെറ്റായ ഇങ്ങനെ ഹജ്ജ് ചെയ്യലാണ്. തെറ്റായ അങ്ങനെ ചെയ്യാൻ പാടില്ല. മദ്ഹബിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഹംബലി മദ്ഹബിൽ അത് അനുവദനീയമാണ്. ഒരാൾ രാവിലെ വന്നിരുന്നാലും പിന്നെയും വരാന്നാണ്. പക്ഷെ ശരിയായ അഭിപ്രായമായി പണ്ഡിതന്മാർ പറയുന്നത് ഇല്ല, ആ മജ്ലിസ് കഴിയുന്നതോടുകൂടി ആ സ്ഥലം കഴിഞ്ഞു. അതുപോലെ വേറൊരാളെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തുന്നതും അതിന് സമാനമാണ്. കാരണം ഈ വരുന്ന വ്യക്തി കൂലി കിട്ടാൻ വേണ്ടി ഇരിക്കല്ല, ഈ വരുന്ന വ്യക്തി മറ്റൊരാൾക്ക് വേണ്ടി അവിടെ ഒരു ബുക്ക് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. അയാളിപ്പോ 12:30 കയറി വരുമ്പോ 12 മണിക്ക് വന്ന വ്യക്തി ഇവിടുന്ന് മാറിക്കൊടുക്കും, അയാൾ വന്ന് അവിടെ ഇരിക്കും. അതും പാടില്ല എന്നുള്ളതാണ്. കാരണം അതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിൽ പെട്ടതാണ് ഒന്ന്, ഇവൻ അവസാനത്തിൽ ഇവിടെ സഫൊക്കെ പൂർണ്ണമായിട്ടുണ്ടെങ്കിൽ ആളുകളെ ചുമല് കടന്നു വരുന്ന, ജുമാ ദിവസം അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സമയത്ത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ചുമല് കടന്ന് ചാടിക്കടന്ന് അവൻ സഫിലേക്ക് വരേണ്ട ഒരു അവസ്ഥ വരും. രണ്ടാമത്തേത്, ഇങ്ങനെ നേരത്തെ സഫ് പിടിച്ച വ്യക്തി അവൻ പിന്നീട് എല്ലാത്തിനും വൈകാൻ തുടങ്ങും. ആദ്യം വരുന്നതൊക്കെ ഒഴിവാക്കും. കാരണം അവനറിയാം എന്റെ സ്ഥലം അവിടെ ഉണ്ട്, ഞാൻ ലാസ്റ്റ് വന്നാൽ മതി. എന്റെ സ്ഥലം ഒരാൾ വന്ന് പിടിച്ചിട്ടുണ്ട്, മകൻ പിടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന കുട്ടി പിടിച്ചിട്ട് ഇന്ന ആള് പിടിച്ചിട്ടുണ്ട്, മറ്റേ ആളോട് ഞാൻ ഒരു ടവൽ വെക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഇയാൾ പള്ളിയിൽ എത്തിയിട്ടേ ഇല്ല. അത് ഇവൻ പിന്നീട് എന്നും വൈകി വരുന്ന കാരണമുണ്ടാകും. മൂന്നാമത്തേത്, ബാക്കിയുള്ള ആളുകൾക്കൊക്കെ ഈ വ്യക്തിയോട് ഒരു വിദ്വേഷം വരാൻ തുടങ്ങും. ഇയാള് അവസാനം വരും, എന്നിട്ട് ഇവിടെ സ്ഥലം പിടിക്കും എന്ന ചിന്ത വരും. അത് സഹോദരങ്ങൾ, അതുകൊണ്ടൊക്കെ തന്നെയാണ് പണ്ഡിതന്മാർ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്നാൽ ഒരാൾ ഈ പറഞ്ഞതുപോലെ മസ്ജിദിൽ തന്നെ ഉണ്ട്, അയാൾ മറ്റൊരാവശ്യത്തിന് മുകളിലേക്ക് പോയതാണ്, പുറകിലേക്ക് പോയതാണ്, വേറൊരാളുമായി സംസാരിക്കാൻ മറ്റൊരു സ്ഥലത്തേക്ക് പോയതാണ്, അയാൾ മസ്ജിദിൽ തന്നെ ഉണ്ടായിരുന്നു, അയാൾ ഒരു വസ്തു, ഒരു വടിയോ ഒരു തുണിയോ അയാൾ അവിടെ അടയാളമായി വെച്ചിട്ടുണ്ട് എങ്കിൽ അയാൾക്ക് തന്നെയാണ് അതിനുള്ള അവകാശം എന്ന് മനസ്സിലാക്കുക. അയാൾക്ക് തന്നെയാണ് അതിനുള്ള അവകാശം. അതുപോലെ സദസ്സിൽ വിശാലത നൽകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫായിദ ഇതിലുണ്ട്. നമ്മൾ ആളുകൾ വന്നു കഴിഞ്ഞാൽ പരമാവധി വിശാലത നൽകുക, പരമാവധി വിശാലത നൽകുക. പക്ഷെ അതിനർത്ഥം ചില ആളുകളൊക്കെ ചെയ്യുന്നത് പോലെ അവസാനത്തിൽ കയറി വന്നിട്ട്, സൊഫിലൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും അവസാനത്തിൽ കയറി വന്നിട്ട് ഒന്നാമത്തെ സൊഫിലേക്ക് തിക്കിക്കൊണ്ട് കയറും. ഇയാൾ അവസാനത്തിലാണ് വരിക. ഇയാൾ വന്ന് കയറുന്നതോടുകൂടി ബാക്കിയുള്ള ആളുകളൊക്കെ ഭയങ്കരം അവിടെ പ്രയാസത്തിലായിത്തീരും. അങ്ങനെയല്ല നമ്മൾ ഒന്നാമത്തെ സഫിൽ പിടിക്കേണ്ടത്. ഒന്നാമത്തെ സഫിൽ കിട്ടണമെങ്കിൽ ആദ്യം വന്ന് പിടിക്കണം. അവസാനം വന്നിട്ട് അവിടെ വന്ന് കയറി നിന്ന് ബാക്കിയുള്ള മുഴുവൻ ആളുകൾക്കും പിന്നീട് വളരെ പ്രയാസത്തോടു കൂടി അവസാനം വരെ ഒരു തശഹുദിന്, ഒരു തവറുക്കിന്റെ രൂപം പോലും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ടാക്കും. അങ്ങനെയുള്ള മറ്റുള്ളവരുടെ സുന്നത്തുകളൊന്നും നഷ്ടപ്പെടുത്തിയിട്ടല്ല നമ്മൾ അവസാനം വന്നിട്ട് അങ്ങനെ ഇടുക്കമുണ്ടാക്കുക എന്നുള്ളതല്ല. മറിച്ച് നമുക്ക് നന്മകൾക്ക് മുന്നേറണമെങ്കിൽ ആദ്യം നമ്മൾ വരിക എന്നുള്ളതാണ് വേണ്ടത്. അടുത്ത ഹദീസ്, വഅൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അകല അഹദുകും തആമ ഫലാ യംസഹ് യദഹു ഹത്താ യൽഅഖഹാ ഔ യുൽഇഖഹാ മുത്തഫഖുൻ അലൈഹി. ഭക്ഷണ മര്യാദയുമായി ബന്ധപ്പെട്ട ഒരു ഹദീസാണിത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അകല അഹദുകും തആമ, നിങ്ങളിൽ ഒരാൾ ഭക്ഷണം കഴിച്ചാൽ ഫലാ യംസഹ് യദഹു, അവന്റെ കൈ തുടച്ചു കളയാൻ പാടില്ല, ഹത്താ യൽഅഖഹ, അവൻ അത് നക്കിയിട്ടല്ലാതെ, ഔ യുൽഇഖഹ, അല്ലെങ്കിൽ മറ്റൊരാളെ കൊണ്ട് അത് നക്കിപ്പിച്ചിട്ടല്ലാതെ അത് തുടച്ചു കളയാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്ന ഭക്ഷണം എല്ലാ ഭക്ഷണവുമല്ല, ഉണങ്ങിയ ഭക്ഷണങ്ങൾ ഇതിൽ വരില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരാൾക്ക് വിരൽ നക്കേണ്ട ആവശ്യം വരണമെങ്കിൽ നനവുള്ള ഭക്ഷണങ്ങളായിരിക്കണം. ഒരാൾ കടല തിന്നാൽ വിരൽ നക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഈത്തപ്പഴം കഴിച്ചാൽ വിരൽ നക്കേണ്ട, ഉണങ്ങിയൊരു ഈത്തപ്പഴമാണെങ്കിൽ, കാരക്കയാണെങ്കിൽ അയാൾക്ക് വിരൽ നക്കേണ്ട ആവശ്യമില്ല. അതല്ലാതെ നനവുള്ള ഭക്ഷണത്തിന്റെ ഭാഗം കയ്യിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിലാണ് ഈ ഹദീസ് ബാധകമാകുക. മറ്റു ചില റിവായത്തിൽ വന്നതുപോലെ ആ ഭക്ഷണത്തിൽ ഏതിലാണ് ബറക്കത്തുള്ളതെന്ന് അവൻ അറിയുകയില്ല എന്നാണ്. ചിലപ്പോൾ അവൻ ഈ തുടച്ചു കളയുന്ന ഈ ഭാഗത്തിലായിരിക്കും ബറക്കത്തുണ്ടാവുക. ഒരാൾ ഒരു പ്ലേറ്റ് നിറയെ തിന്നിട്ടുണ്ടാവും,
പക്ഷെ ബറക്കത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടെയാണ് വെച്ചത് നമുക്കറിയില്ല. ചിലപ്പോൾ ആ പ്ലേറ്റിൽ അവസാനത്തെ വറ്റിലായിരിക്കും, ചിലപ്പോൾ നമ്മുടെ കയ്യിൽ പുരണ്ട ആ ഭാഗത്തിലായിരിക്കും. അതിലാണ് ബറക്കത്ത് കിട്ടുക. സഹോദരങ്ങളെ, ഭക്ഷണത്തിൽ ബറക്കത്ത് കിട്ടിയാലാണ് നമുക്ക് വേണ്ട രൂപത്തിലുള്ള പോഷകം ലഭിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കണം. അതിന് ഭൗതികമായ ന്യൂട്രീഷൻ ടെക്നോളജി ഒന്നും പഠിച്ചിട്ട് കാര്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ബറക്കത്ത് അത് ഏതെങ്കിലും ഒരു വറ്റിലായിരിക്കും ഉണ്ടാവുക. അതെവിടെയാണ് നമുക്കറിയുകയില്ല. അത് ലഭിച്ചാൽ നമുക്ക് നല്ല രൂപത്തിലുള്ള പോഷകങ്ങൾ, നല്ല കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടുക, അത് ലഭിക്കും. അള്ളാഹുവിന് നല്ല രൂപത്തിൽ ഇബാദത്ത് ചെയ്യാനുള്ള താക്കത്ത്, അതൊക്കെ ഈ ബറക്കത്ത് കിട്ടുമ്പോഴാണ് ലഭിക്കുന്നത്. ചിലപ്പോൾ ചില ആളുകൾ എത്ര നല്ല ഭക്ഷണം കഴിച്ചിട്ടും ശരീരത്തിൽ പിടിക്കുന്നില്ല, ഒരു ഉപകാരം കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ചിലപ്പോൾ ഈ രൂപത്തിലുള്ള പല സുന്നത്തുകളും ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം ആളുകൾ പൊതുവെ സുന്നത്തുകൾ അങ്ങനെയാണ്, സുന്നത്തല്ലേ ശ്രദ്ധിക്കുകയില്ല. പക്ഷെ സുന്നത്തല്ലേ എന്ന് പറഞ്ഞ് നിസ്സാരമായ കാര്യം ഒഴിവാക്കുമ്പോൾ അതിന് വലിയ വലിയ നഷ്ടങ്ങൾ അവിടെ പിന്നാലെ ഉണ്ടാകും. അത് ആളുകൾ ചിന്തിക്കുകയില്ല. കാരണം ആളുകൾ ശിക്ഷിക്കപ്പെടുമോ ഇല്ലേ എന്നുള്ള ഒരൊറ്റ ചിന്തയാണ് സുന്നത്തുകൾ ഒഴിവാക്കാൻ. അല്ല, സുന്നത്തുകൾ ഓരോന്നും നിസ്സാരമാണെന്ന് തോന്നുന്ന കാര്യം ചെയ്യുന്നതിനും വലിയ വലിയ നേട്ടങ്ങൾ ഒരാൾക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്, ബറക്കത്തുകൾ ലഭിക്കുന്നുണ്ട് എന്ന കാര്യം മറക്കാൻ പാടില്ല. അപ്പോൾ അതിന്റെ ഒരു കാരണമായി പറഞ്ഞത് ആ ബറക്കത്ത് നഷ്ടപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അതൊരു വിനയത്തിന്റെ ഭാഗം കൂടിയാണ്. വിനയത്തിന്, ഒരു മുഅ്മിൻ വിനയമുള്ള ആളായിരിക്കണം. അവൻ അഹങ്കാരിയാകാൻ പാടില്ല, കിബറുള്ളവനാകാൻ പാടില്ല. ഭക്ഷണം കഴിച്ചിട്ട് ബാക്കിയൊക്കെ വെച്ച് ടിഷ്യൂ പേപ്പറിൽ തുടച്ചു കളയുക അല്ല, മറിച്ച് അത് പൂർണ്ണമായി വടിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവൻ ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ചാൽ അത് കുഴപ്പമില്ല. ചിലപ്പോൾ അതിന്റെ എണ്ണമഴയോ മറ്റോ തുടച്ചു കളയാനായിരിക്കും. അതല്ല ഇവിടെ പറയുന്നത്. മറിച്ച് ആ ഭക്ഷണം അതിൽ ബാക്കി വെച്ചുകൊണ്ട് അവൻ തുണി കൊണ്ടോ മറ്റോ തുടച്ചു കളയുക എന്നുള്ളത് ചെയ്യരുത്. മറിച്ച് അതവൻ നക്കി തുടച്ചു കൊള്ളട്ടെ. ഔയുൽ ഇഖഹ, ഇത് കേൾക്കുമ്പോൾ ചില ആളുകൾ വിചാരിക്കും മറ്റൊരാളെ കൊണ്ട് നക്കിപ്പിക്കുക എന്ന് പറയുന്നത് അതെങ്ങനെയാണ്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ചില കാര്യങ്ങളൊക്കെ ഓരോ കാലഘട്ടത്തിലും ഓരോ ദേശങ്ങളിലൊക്കെ ഇന്നുണ്ടാകുന്ന അതേപോലെ നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. കാരണം ഇന്ന് തന്നെ ഇവിടെയുള്ള എല്ലാ രൂപത്തിലും ഭക്ഷണം വിതരണം ചെയ്യുന്ന രൂപത്തിലും ഇരിക്കുന്ന രൂപത്തിലും കഴിക്കുന്ന രൂപത്തിലായിരിക്കില്ല മറ്റൊരു രാജ്യത്തുണ്ടാവുക. ഇവിടെ നമ്മളൊരു വലിയൊരു അരോചകമായി കാണുന്ന ഒരു കാര്യം വേറൊരു സ്ഥലത്ത് ചിലപ്പോൾ വലിയ ആദരവായി കാണുന്ന കാര്യമായിരിക്കും. അത് വ്യത്യാസപ്പെടുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരാളുടെ വിരലിലുള്ള എന്തെങ്കിലുമൊക്കെ വസ്തു രുചി നോക്കാൻ വേണ്ടി അത് നക്കിയെടുക്കുക എന്നുള്ളതൊക്കെ അന്ന് കുഴപ്പമില്ലാത്ത കാര്യമാണ്. അതാണ് ഒരു വജ്ഹ്. രണ്ടാമത്തത്, ഇത് നമ്മുടെ ഭാര്യയെ പോലെയുള്ള മക്കളെ പോലെയുള്ള ആളുകൾ പരസ്പരം അങ്ങനെ വിരലുകൾ നക്കിയെടുക്കുക എന്നുള്ളതൊക്കെ അത് നല്ല സൗഹൃദത്തിന്റെയും നല്ല സന്തോഷത്തിന്റെയും നല്ല സ്നേഹത്തിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് പരിഗണിക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് അത് ഒരു നല്ലൊരു മുറുഅത്തിന്, നല്ലൊരു നടപ്പിന് എതിരാണ് എന്നൊരിക്കലും ധരിക്കരുത്. കാരണം ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു കാര്യവും അത് വെറുതെ പറയുകയില്ല. അത് ഏതെങ്കിലും കാലത്തൊന്നും നടക്കാൻ പറ്റാത്ത ഒരു കാര്യം അവിടെ ഒരിക്കലും പറയുകയില്ല എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇതിലുള്ള ചില ഫായിദകൾ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നു. ഏറ്റവും അഫ്ളല് ഭക്ഷണം കഴിക്കാൻ കൈകൊണ്ട് കഴിക്കുക എന്നുള്ളതാണ്. സ്പൂണ് കൊണ്ട് ഫോർക്ക് കൊണ്ടൊക്കെ കഴിക്കുന്നതിനേക്കാളും അഫ്ളലായിട്ടുള്ളത് കൈ കൊണ്ട് കഴിക്കുക എന്നുള്ളതാണ്. എന്നാൽ സ്പൂണ് കൊണ്ട് കഴിക്കുക എന്നുള്ളത് അനുവദനീയമാണ്. പക്ഷെ ചില വിശദീകരണം നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, അതൊരു അഹങ്കാരത്തിന് വേണ്ടിയാകാൻ പാടില്ല. ഞാൻ അങ്ങനെ കൈകൊണ്ടൊന്നും കഴിക്കും, ഞാൻ വലിയൊരു ദർജയിലെത്തിയ ആളാണ്, ആ ഒരു അഹങ്കാരത്തിനോ താൻ പോരിമ കാണിക്കാനോ ഞാൻ വലിയ പരിഷ്കാരിയാണ് എന്ന് കാണിക്കാനോ അങ്ങനെ ഒന്നാകാൻ പാടില്ല. ഒരാൾക്കൊരു ആവശ്യത്തിന് വേണ്ടി അല്ലെ, ഇപ്പൊ നമ്മൾ കഞ്ഞി സ്പൂൺ കൊണ്ട് കഴിക്കാറുണ്ട്. കാരണം ആ കഞ്ഞി അങ്ങനെ കഴിക്കാനാണ് നല്ലത്. അല്ലെങ്കിൽ അതുപോലെയുള്ള കോരി കുടിക്കേണ്ട പലതും നമ്മൾ സ്പൂൺ കൊണ്ട് കഴിക്കാറുണ്ട്. അതങ്ങനെ ഒരു ആവശ്യമുള്ളത് കൊണ്ടാണ്. അപ്പൊ അത് കഴിക്കാവുന്നതാണ്. ഇനി വേറെ ചില സമയത്ത് നമുക്ക് കൈ കൊണ്ട് കഴിക്കാൻ പറ്റാത്ത വല്ല പ്രയാസമുണ്ടാകുന്ന സമയത്ത് നമ്മൾ സ്പൂൺ കൊണ്ട് കഴിക്കാറുണ്ട്. അതും തെറ്റുള്ള കാര്യമല്ല. അതുപോലെ ഫോർക്ക് കൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അങ്ങനെ വസ്തുക്കൾ നമ്മൾ അങ്ങനെ കുത്തിയെടുത്ത് കഴിക്കുന്നതും അത് ഹറാമായ കാര്യമൊന്നുമല്ല. പക്ഷെ കൈകൊണ്ട് കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. അദ്ദേഹം പറയുന്നുണ്ട്, ചില രാജ്യങ്ങളിൽ നിന്നൊക്കെ വന്ന ആളുകൾക്ക് കൈകൊണ്ട് കഴിക്കാൻ ചിലപ്പോൾ പ്രയാസമായിരിക്കും. അവർ ചെറുപ്പത്തിലെ ശീലിച്ചത് സ്പൂണുകളും ഫോർക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ അതിൽ തന്നെ തുടരുന്നത് ഒരു അഹങ്കാരത്തിന്റെ പേരിലോ ഒന്നുമല്ല എങ്കിൽ നമ്മൾ അവരെ കിബറുള്ളവരാണോ എന്നോ അങ്ങനെ മറ്റൊന്നും പറയേണ്ടതില്ല. മറിച്ച് അവർ അങ്ങനെ ശീലിച്ചത് കൊണ്ടാണ്. അവർ സാധിക്കുമെങ്കിൽ കൈകൊണ്ട് തന്നെ ശീലിക്കാൻ ശ്രമിക്കണം. കാരണം അതിലാണ് കൂടുതൽ ഖൈറുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പൊ ഇത് സഹോദരങ്ങളെ ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞു മറ്റൊരാളെ കൊണ്ട് നക്കിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മുടെ കയ്യിൽ വല്ല മുറിവോ മറ്റോ ഒക്കെ ഉണ്ട് എങ്കിൽ, അതല്ലെങ്കിൽ ആ
നക്കിയെടുക്കുന്ന വ്യക്തിയുടെ വായിൽ വല്ല വ്രണമോ മറ്റോ ഒക്കെ ഉണ്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപദ്രവങ്ങൾ ഉണ്ട് എങ്കിൽ അത് ചെയ്യേണ്ടതില്ല. അതല്ല എങ്കിൽ അത് ചെയ്യാം. സ്വന്തമായി ഒരാൾക്ക് നക്കിയെടുക്കാം, അതല്ലെങ്കിൽ ആ രൂപത്തിലും ചെയ്യാം. ഇത് രണ്ടു രൂപത്തിലായാലും നമ്മൾ അങ്ങനെ ഭക്ഷണ പദാർത്ഥങ്ങൾ കയ്യിൽ നിന്നും പൂർണ്ണമായി എടുത്തിട്ടേ നമ്മൾ തുടച്ചു കളയാനോ കൈ കഴുകിക്കളയാനോ പാടുള്ളൂ എന്നതാണ് ഈ ഹദീസിന്റെ പാഠം. അടുത്ത ഹദീസ് വഅൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം حديث وعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم ليسلم الصغير على الكبير والمار على القاعد والقليل على الكثير متفق عليه وفي رواية لمسلم والراكب على الماشي. സലാം പറയുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില മര്യാദകളാണ് ഈ ഹദീസിലുള്ളത്. സലാം ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കണ്ടുമുട്ടിയാൽ പറയേണ്ടതുണ്ട് എന്നുള്ളത് നമ്മൾ ഒന്നാമത്തെ ഹദീസിൽ പഠിച്ചതാണ്. ഹഖുൽ മുസ്ലിമി അൽ മുസ്ലിമി സിത്തുൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു ഇദാ ലഖീതഹു ഫസല്ലിം അലൈഹി, നീ അവനെ കണ്ടുമുട്ടിയാൽ സലാം പറയണം. അതിന്റെ ഹുക്മ നമ്മൾ പറഞ്ഞു. ഒരാൾ മറ്റൊരാളെ കണ്ടാൽ സലാം പറയുന്നത് വളരെയധികം പുണ്യം ലഭിക്കുന്ന മുസ്തഹബായ കാര്യമാണ്. അത് മടക്കുന്നത് വാജിബായ കാര്യമാണ് പോലെയുള്ള കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇനി സലാം പറയുമ്പോൾ തന്നെ ഒന്നുകൂടി കൂടുതൽ സുന്നത്ത് ലഭിക്കാൻ കാണിക്കേണ്ട ചില മര്യാദകളാണ്. അതിലൊന്നാമത്തേത് ലിയുസല്ലിമു സഗീറു അലൽ കബീർ, ചെറിയവർ വലിയവരോടാണ് സലാം പറയേണ്ടത് എന്നാണ്. ചെറിയ കുട്ടികൾ പ്രായത്തിലാണെങ്കിലും പണ്ഡിതന്മാർ പറഞ്ഞു ചെറുതും വലുതും ഒക്കെ പ്രായത്തിലും ആവാറുണ്ട്, അറിവിന്റെ വിഷയത്തിലും ആവാറുണ്ട്. ഒരാൾ ചെറിയ ആളായിരിക്കും പക്ഷെ അറിവ് കൊണ്ട് വലുതായിരിക്കും, ഒരാൾ വലിയ ആളായിരിക്കും പക്ഷെ അറിവ് കൊണ്ട് ചെറുതായിരിക്കും. രണ്ടായാലും ചെറിയവൻ അവൻ അറിവുള്ളവനാണെങ്കിലും ശരി അറിവില്ലെങ്കിലും ശരി, ചെറുതാണോ വയസ്സ് ഇവിടെ നോക്കിയാൽ മതി എന്നാണ്. അപ്പൊ ചെറിയവൻ വലിയവനെ കണ്ടാൽ അവൻ ആദ്യം അങ്ങോട്ട് പോയി സലാം പറയുക, കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ സലാം പറയുക എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ലിയുസല്ലിമു സഗീറു അലൽ കബീറി വൽ മാറു അലൽ ഖാഇദി, അതുപോലെ നടക്കുന്നവൻ ഇരിക്കുന്നവനോട് സലാം പറയുക. ഒരാൾ നടന്നു പോകുമ്പോൾ മറ്റൊരാൾ അവിടെ ഇരിക്കുന്നുണ്ട് എങ്കിൽ നടക്കുന്നവൻ ഇരിക്കുന്നവനോട് സലാം പറയുക. വൽ ഖലീലു അലൽ കസീർ, ഇനി രണ്ട് ജമാഅത്തായിട്ടാണ് ഉള്ളത്. ഒന്ന് കൂടിയ ആളുള്ള ഒരു ജമാഅത്ത്, ഒന്ന് കുറഞ്ഞ ആളുകളുള്ള ജമാഅത്ത്. ഇപ്പൊ 3 ആളുകളുള്ളവർ 4-5 ആളുകളുള്ളവരോട് സലാം പറയണം, അതാണ് പറഞ്ഞത്. വറാക്കിബു അലൽ മാഷി, വാഹനത്തിൽ സഞ്ചരിച്ചു പോകുന്നവൻ നടന്നു പോകുന്നവനോട് സലാം പറയുക. ഇത്രയാണ് സഹോദരങ്ങളെ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ചില ഹിക്മത്തുകൾ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വാഹനത്തിൽ പോകുന്നവനോട് നടന്നു പോകുന്നവനോട് സലാം പറയുക എന്നുള്ളതിനൊരു ഹിക്മത്തായി പറയുന്നത്, പൊതുവെ വാഹനത്തിൽ പോകുന്നവന് ഞാൻ കുറച്ച് ഉന്നതിയിലാണ്, ഞാനൊന്ന് ഉയർന്നു നിൽക്കുകയാണ് എന്നുള്ളൊരു ചിന്ത അവന്റെ മനസ്സിലുണ്ടാകും. മറ്റേയാൾ നടന്നു പോവുകയാണ്, ഞാൻ വാഹനത്തിലാണ്. സ്വാഭാവികമായി ഒരു വാഹനം ഓടിച്ചു പോകുന്ന ഒരാൾ നടന്നു പോകുമ്പോൾ ഞാനാണ് കുറച്ച് ഉയർന്നത് എന്നുള്ള ഒരു ചിന്ത സ്വാഭാവികമായി ഉണ്ടാകും, തെറ്റായ ഒരു ചിന്ത എന്നല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചിന്തയെ ഇവൻ അങ്ങോട്ട് പോയി സലാം പറയുക വഴി ഇവനെ വിനയം പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇത് എന്നാണ് പറയുന്നത്. നടന്നു പോകുന്നവനോട് അങ്ങോട്ട് വിനയം കാണിക്കുക. ഇതുപോലെ തന്നെയാണ് നടന്നു പോകുന്നവൻ ഇരിക്കുന്നവനോടും ഒക്കെ ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് എന്നൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. ഇനി ഈ രൂപത്തിൽ കാര്യം നടന്നിട്ടില്ലെങ്കിൽ അവിടെ സലാം തന്നെ അവസാനിപ്പിക്കുക എന്നുള്ളത് ചെയ്യാൻ പാടില്ല. ഇപ്പൊ ചെറിയ കുട്ടി എന്നോട് ഇങ്ങോട്ട് സലാം പറയട്ടെ എന്ന് വലിയൊരാൾ കാത്തു നിൽക്കുന്ന സമയത്ത് ചെറിയ കുട്ടി ചിലപ്പോ സലാം ആ സുന്നത്തനുസരിച്ച് പറയാത്ത അവസ്ഥ ഉണ്ടാവും. ചിലപ്പോൾ ഇവൻ ആ നിയമം അറിയണ്ടാവില്ല, ഞാനാണ് സലാം പറയേണ്ടത് എന്ന് ചെറിയ കുട്ടിക്ക് അറിയണ്ടാവില്ല. അപ്പോൾ ഈ വലിയ ആള് തന്നെ അങ്ങോട്ട് പോയി സലാം പറയണം, അല്ലാതെ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ട് പോവാന്നുള്ളതല്ല. ഇവൻ ആ സുന്നത്ത് പാലിച്ചില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ സലാം പറയുക എന്നുള്ള അതിനേക്കാളും വലിയ കാര്യം നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. അത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ അവന് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യാമല്ലോ. ചെറിയ കുട്ടികൾ വലിയ ആളോട് കണ്ടാൽ സലാം പറയണമെന്നുള്ള കാര്യം അത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് മറ്റേതൊക്കെ നടന്നു പോകുന്ന ആൾ ഇരുന്ന ആളോട് സലാം പറഞ്ഞിട്ടില്ല, ഇരുന്നാക്ക് അങ്ങോട്ട് സലാം പറയാം. കുറഞ്ഞ സംഘം കൂടിയ സംഘത്തോട് പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടിയ സംഘത്തിൽ നിന്നും കുറഞ്ഞ സംഘത്തിലേക്ക് സലാം ഇങ്ങോട്ട് പറയാവുന്നതാണ്. അതിലൊന്നും തെറ്റില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വഖൈറുഹും അല്ലദീ യബ്ദഉ ബിസ്സലാം, രണ്ടാൾ കണ്ടുമുട്ടി പിണങ്ങിയ ഹജറുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞാണ്. അങ്ങോട്ടും ഇങ്ങോട്ട് പിണങ്ങി നിന്നു, ഒരാൾ കണ്ട മറ്റയാൾ തിരിഞ്ഞു പോകുന്നു. യൽതഖിയാനി ഫയുരിദു ഹാദ വയുരിദു ഹാദ, ഒരാൾ അങ്ങോട്ട് തിരിഞ്ഞു പോകുന്നു, മറ്റയാൾ അങ്ങോട്ട് തിരിഞ്ഞു പോകുന്നു. ഖൈറുഹും അല്ലദീ യബ്ദഉ ബിസ്സലാം, രണ്ടു കൂട്ടരിൽ ഏറ്റവും മുന്തിയ ആൾ ആദ്യം സലാം പറഞ്ഞതാണ്.
താൻ പോരിമ കാണിക്കാതെ ഞാൻ മറ്റവനേക്കാൾ വലിയവനാണ് എന്നൊന്നും ചിന്തിക്കാതെ അങ്ങോട്ട് പോയി. കാരണം ഹക്കിനാണ് ഞാൻ വിനയപ്പെടുക, ഇയാൾക്ക് വേണ്ടി വിനയപ്പെടുക എന്നുള്ളതല്ല, ഹക്കിന് വേണ്ടി. ഞാൻ അങ്ങനെ ചിലപ്പോൾ തോന്നും ഞാൻ ഇതിനാണ് ഇവനെ വിനയപ്പെടുന്നത്. വേണ്ട, ഞാൻ ആർക്കും വിനയപ്പെടേണ്ട, ഹക്കിന് വിനയപ്പെടുക. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു, ഖൈറുഹും അല്ലദീ യബ്ദഉ ബിസ്സലാം. ഈ രണ്ടു കൂട്ടരിൽ ഏറ്റവും മുന്തിയ ആൾ ആദ്യം സലാം പറയുന്നവനാണ്. അള്ളാന്റെ ഒരു പരീക്ഷണമാണ്. ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ ഞാൻ എന്തിനാണ് പറയുന്നത്, ഞാനല്ലേ വലിയ ആൾ എന്ന് ചിലപ്പോൾ തോന്നും. അപ്പൊ അത് പരീക്ഷണമാണ്. അല്ല, ഞാൻ പൂർണ്ണമായി അള്ളാഹുവിന്റെ ദീനിൽ എന്താണോ ഉള്ളത് എന്റെ മനസ്സിലുള്ള കാര്യമൊക്കെ വിട്ടേക്ക് ഞാൻ സലാം പറയാൻ തയ്യാറാണ്. ആ രൂപത്തിൽ ചിലപ്പോൾ പരീക്ഷണം ഉണ്ടാകും. അപ്പൊ നമ്മൾ അങ്ങ് താണ് കൊടുത്തുകൊണ്ട് സലാം പറയുക. അപ്പൊ വിനയം പഠിപ്പിക്കുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഹദീസിൽ നിന്ന് പണ്ഡിതന്മാർ പറഞ്ഞൊരു പാഠമാണ്, ജനങ്ങളിൽ കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കണം. ജനങ്ങളിൽ ചിലർക്ക് ചില സ്ഥാനങ്ങളുണ്ട്, അത് നമ്മൾ കൊടുക്കുക തന്നെ വേണം. ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട്, അതിന്റെ സനദുമായി ബന്ധപ്പെട്ട് ചില അഭിപ്രായ വ്യത്യാസമുണ്ട്. അൻസിലുന്നാസ മനാസിലഹും, ജനങ്ങൾക്ക് അവരുടെ സ്ഥാനം വകവെച്ചു കൊടുക്കണം എന്നുണ്ട്. അപ്പൊ അതിന് ഉദാഹരണമായി പണ്ഡിതന്മാർ പറയാറുള്ളത്, സാധാരണഗതിയിൽ നമ്മൾ വീട്ടിൽ വരുമ്പോൾ നമ്മളെ എന്നും വരുന്ന ഒരാളുണ്ടാവും, നമുക്ക് പ്രത്യേകമായ ഒരു അതിഥി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അതിഥിക്കാണ് അവിടെ കൂടുതൽ സ്ഥാനം ഉണ്ടാവുക എന്നാണ്. അതിഥിക്കാണ് കൂടുതൽ സ്ഥാനം, അയാൾക്കൊരു സ്ഥാനമുണ്ട്. അത് എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഈ സാധാരണ വരുന്ന വ്യക്തി ചിലപ്പോൾ നല്ല ദീനി ചിട്ടയുള്ള വ്യക്തിയായിരിക്കും. അതിഥിയായി വന്ന വ്യക്തിക്ക് ചിലപ്പോൾ അത്ര വലിയ ദീനൊന്നുള്ള ആളായിരിക്കില്ല. എങ്കിൽ പോലും നീ അതിഥിയെ ബഹുമാനിക്കേണ്ടതുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ളൈഫഹു. ആരല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവോ അവന്റെ അതിഥി ആദരിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിഥിക്ക് പ്രത്യേക സ്ഥാനമുണ്ട്. അപ്പൊ ഒരു അതിഥി വന്നു കഴിഞ്ഞാൽ അതിഥിയോടെ ബഹുമാനിക്കാതെ ഇവനാണ് നിന്റെ ദീനുള്ള ആള് എന്ന് പറഞ്ഞ് തന്റെ കൂട്ടുകാരനെ അല്ലെങ്കിൽ സ്ഥിരം വീട്ടിൽ വരുന്നവനോട് ബഹുമാനിക്കുക, അവനെ വക വെക്കാതിരിക്കുക, അത് ശരിയല്ല. ഷറഈന്റെ കാര്യങ്ങൾ ശരിക്കും പഠിക്കാത്ത ആളുകൾ ഈ രൂപത്തിൽ പല അബദ്ധങ്ങളും ചെയ്യും. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അത് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്, അത് ശരിയല്ല. കാരണം അവിടെ അതിഥിക്കാണ് സ്ഥാനമുള്ളത്, ആ കാര്യം ശ്രദ്ധിക്കണം. അതുപോലെ വീട്ടിൽ മുതിർന്ന ആളുണ്ടാകും, ഉപ്പയുണ്ടാകും, എല്ലാവരും ഒരുപോലെ. അത് ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യമല്ല. എല്ലാവരും ഒരുപോലെ, ഉപ്പയോട് നിൽക്കട്ടെ, വയസ്സായാളോട് നിൽക്കട്ടെ, അല്ല. പ്രായമുള്ള ആളുകൾ, ബഹുമാനിക്കപ്പെടേണ്ട ആളുകൾ, അവർക്ക് നൽകേണ്ടതായ ബഹുമാനവും ആദരവും ഒക്കെ നൽകണം എന്നുള്ളത് കൂടി ഈ ഹദീസിന്റെ ഒരു പാഠമായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരു മനുഷ്യൻ എത്രത്തോളം പദവിയിൽ ഉയരുന്നുവോ അത്രത്തോളം വിനയം അവനുണ്ടാകണം എന്നൊരു പാഠവും ഇതിലുണ്ട്. നോക്കൂ, വറാക്കിബു അലൽ മാഷി, വാഹനത്തിൽ സഞ്ചരിക്കുന്നവൻ, നടന്നു പോകുന്നവരാണ് സലാം പറഞ്ഞത്. അപ്പൊ വാഹനത്തിൽ പോകുന്നവൻ പദവി കൂടിയവനാണ്, അവനാണ് സലാം പറഞ്ഞ് വിനയപ്പെടേണ്ടത്. അപ്പൊ നമ്മൾ എത്രത്തോളം ഉയരുന്നുവോ അത്രയും മനസ്സുകൊണ്ട് നമ്മൾ താഴാൻ ശ്രദ്ധിക്കണം. നമ്മുടെ ഖദർ കൊണ്ട്, പദവി കൊണ്ട് ചിലപ്പോൾ നമ്മൾ പല സ്ഥാനങ്ങളിലേക്ക് ഉയർന്നുകൊണ്ടേയിരിക്കുന്നുണ്ടാകും. പക്ഷെ കൽബ് കൊണ്ട് നമ്മൾ അപ്പോഴും താണുകൊണ്ടേയിരിക്കണം. കൽബ് കൊണ്ട് വിനയം ഉണ്ടായിക്കൊണ്ടേയിരിക്കണം എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. സലാമുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. വഅൻ അലി റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുജ്സിഉ അനിൽ ജമാഅത്തി ഇദാ മറു അൻ യുസല്ലിമ അഹദുഹും വയുജ്സിഉ അനിൽ ജമാഅത്തി അൻ യറുദ്ദ അഹദുഹും റവാഹു അഹ്മദ് വൽ ബൈഹഖി. ഈ ഹദീസിന്റെ സനദിൽ മുഹദ്ദിസുകൾ ചില സംസാരങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് അതിന്റെ ദുർബലതയുമായി ബന്ധപ്പെട്ട് ചില പണ്ഡിതന്മാർ ഈ ഹദീസ് ദുർബലമാണ് എന്ന് പറയുകയും ഈ ഹുക്മ സ്വീകരിക്കേണ്ടതില്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ അത് കുഴപ്പമില്ലാത്ത പരമ്പരയാണ് എന്നും പറഞ്ഞത് കാണാം. എന്താണ് ഈ ഹദീസിലുള്ളത്? ഇത് രണ്ട് കൂട്ടരുണ്ടാകുമ്പോൾ, സലാം പറയുമ്പോൾ രണ്ട് ജമാഅത്ത് ഉണ്ടാകുമ്പോൾ പാലിക്കേണ്ട ഒരു സുന്നത്തുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇപ്പൊ രണ്ട് ജമാഅത്ത് ഉണ്ട്, ഒരു 3 ആളും 4 ആളും, രണ്ട് കൂട്ടരാണ്. അപ്പോൾ യുജ്സിഉ അനിൽ ജമാഅത്തി ഇദാ മറു അൻ യുസല്ലിമ അഹദുഹും, 4 5 ആളുണ്ട്, അപ്പുറത്ത് 5 6 ആളുണ്ട്. അപ്പൊ ഇതിൽ നിന്നും കുറഞ്ഞ സംഘം കൂടിയ സംഘത്തിനോട് സലാം പറയണം എന്നുള്ളത് തൊട്ട് മുമ്പത്തെ ഹദീസിൽ പഠിച്ചു. ആ സലാം പറയുമ്പോൾ ഈ 4 ആളും കൂടി പറയണം എന്നല്ല, മറിച്ച് ഒരാൾ പറഞ്ഞാൽ മതി. നമ്മൾ കൂട്ടത്തോടെ പോകുമ്പോൾ അതിൽ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞാൽ മതി എന്നാണ്. അവിടെ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ആ ഒരാൾ പറയുന്ന സമയത്ത് നേരത്തെ പോലെ ചെറിയ ആള് അല്ല പറയേണ്ടത്, അത് മര്യാദകേടാണ്. ചെറിയ കുട്ടിയുണ്ട്, വാപ്പയുണ്ട്, വേറൊരാളുണ്ട്, ഇങ്ങനെ ഒരു സംഘമാണ്. അപ്പൊ അതില് ഇവരാണ് കുറഞ്ഞ സംഘം, അപ്പൊ ഇവരാണ് വലിയ സംഘത്തോട് പറയുന്നത്. ആ കുറഞ്ഞ സംഘത്തിൽ പറയുമ്പോൾ ഉപ്പ അവിടെ നിൽക്കുമ്പോൾ ചെറിയ മകനല്ല സലാം പറയും, ഉപ്പ മറ്റേ സംഘത്തിനോട് സലാം പറയുക എന്നാണ്. അതുപോലെ മടക്കുന്ന സമയത്തും അങ്ങനെ തന്നെയാണ്. മടക്കുമ്പോൾ എല്ലാവരും കൂടി സലാം പറയണം എന്നില്ല, മടക്കണം എന്നില്ല, ഒരാൾ മടക്കിയാൽ മതി. അപ്പോഴും ആ കൂട്ടത്തിലെ വലിയ ആളാണ്
സലാം മടക്കണം. പൊതുവെ ഒരു സംഘത്തിൽ മറ്റൊരു സംഘത്തിന് സലാം പറയുമ്പോൾ സലാം പറയുന്ന ആ കൂട്ടത്തിൽ ഏറ്റവും ചെറിയവനല്ല ഉദ്ദേശിക്കുക, അവിടെ ആരാണോ വലുത് അവരെയാണ് ഉദ്ദേശിക്കുക. എല്ലാവർക്കും സലാമുണ്ട്, പക്ഷെ പൊതു ഉദ്ദേശിക്കപ്പെടുക വലിയ ആളെയാണ്. അപ്പോൾ അവർ തന്നെയാണ് സലാം പറയേണ്ടത്. ഇടക്ക് കയറി ചെറിയ ആൾ സലാം മടക്കുകയോ പറയുകയോ ചെയ്യുക എന്നുള്ളത് അദബല്ല എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഹദീസിന്റെ സനദിൽ സംസാരിച്ച ആളുകൾ അതിന്റെ ഹുക്കും എടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ അവർ പറയുന്നത് എല്ലാവരും സലാം മടക്കണം, എല്ലാവരും പറയുകയും ചെയ്യണമെന്നാണ്. ഈ ഹദീസിൽ ഒരിക്കലും പറയരുത് എന്ന് പറയുന്നില്ല, യുജ്സിഉ അത് മതിയാകുന്നതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരും സലാം മടക്കുകയാണ് എങ്കിൽ അത് തെറ്റില്ല, അങ്ങനെ ചെയ്യാവുന്നതാണ്. ചില പണ്ഡിതന്മാർ അതാണ് സൂക്ഷ്മതക്ക് നല്ലത് എന്നുകൂടി പറഞ്ഞത് കാണുന്നു. വല്ലാഹു അഅലം. ഇൻഷാ അല്ലാഹ് ബാക്കി വിഷയങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം. അല്ലാഹു കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഹാദാ വല്ലാഹു തആല അഅലം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനക